ഹലോ മക്കളെ, നമുക്കറിയാം നമുക്ക് നാളെ ഫിസിക്സിന്റെ SSLC എക്സാം ആണ്. നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് പ്രിപ്പയർഡ് ആണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് എക്സാമിന് പോകുന്നതിന് മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇത് PYQs ആണ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, PYQs പ്ലസ് എന്താണ് നമ്മൾ കുറച്ച് ഹാൻഡ് പിക്ക് ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ ഡയലോഗ് പറയുന്നില്ല. ഓരോ ചാപ്റ്ററിനും ഒരു 4-5 ക്വസ്റ്റ്യൻസ് വീതം ഞാൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാൻഡ് പിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്ലസ് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ പോകുന്നതിന് മുന്നേ എന്തായാലും ഈ ഒരു എന്ത് ചെയ്യാം, വീഡിയോ കണ്ടിട്ട് നിർബന്ധമായിട്ടും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് സോൾവ് ചെയ്തിട്ട് പോകണം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാം. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The distance between a compression and a adjacent radiofraction of a sound wave is 17.5 centimeter. This wave takes 2 seconds to travel a distance of 1400 meter. Okay, ഒരു കംപ്രഷനും ഒരു റാഡിഫ്രാക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് വന്നിട്ട് 17.5 മീറ്റർ ആണ്. നമുക്കറിയാം സൗണ്ട് വേവിന്റെ കാര്യത്തിൽ ഒരു കംപ്രഷനും അടുത്ത കംപ്രഷനും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയാം. ഓക്കെ, ഒരു കംപ്രഷനും ഒരു റാഡിഫ്രാക്ഷനും ചേർന്നതാണ് ഒരു വേവ് ലെങ്ത്. സോ ഒരു കംപ്രഷനും അടുത്ത കംപ്രഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഒരു വേവ് ലെങ്ത്. ഓക്കെ, സോ ഒരു കംപ്രഷനും അടുത്ത റാഡിഫ്രാക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് λ/2 ആയിരിക്കും. ഓക്കെ, സോ ഇത് വേവ് ലെങ്ത്തിന്റെ പകുതി ആയിരിക്കും ഈ ഡിസ്റ്റൻസ് 17.5 മീറ്റർ. ഓക്കെ, സോ നമുക്ക് വേവ് ലെങ്ത് പറയാം λ is equal to 2 into 17.5 which will be is equal to 35 സെന്റിമീറ്റർ ആണല്ലേ, സെന്റിമീറ്റർ ആണ്. യെസ്, സെന്റിമീറ്റർ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. This wave takes 2 seconds to travel distance. Okay, what is the frequency of the wave? Frequency ആണ് ചോദിച്ചത്. നമുക്കറിയാം V is equal to f lambda. Okay, so f is equal to V by lambda. Lambda നമുക്കറിയാം. ഇനിയോ V നമുക്ക് കണ്ടുപിടിക്കാം. V നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? അതിനാണ് നമുക്ക് ഈ ഡീറ്റെയിൽസ് തന്നില്ലേ. 1400 മീറ്റർ 2 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത്. അപ്പോൾ വെലോസിറ്റി എത്ര, അല്ലെങ്കിൽ സ്പീഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് ബൈ ടൈം. 1400 ഡിവൈഡ് ബൈ 2, 700. ഓക്കെ, 700. ഞാൻ അത് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് നാളെ എക്സാം ആണ്, നമുക്ക് വേഗം ചെയ്തു പോവാം. V 700. ലാംഡയോ, ലാംഡ വന്നിട്ട് നമുക്ക് 35 സെന്റിമീറ്റർ. ഓക്കെ, 35 സെന്റിമീറ്റർ ഞാൻ മാറ്റി മീറ്ററിലോട്ട് മാറ്റണം. 35 സെന്റിമീറ്റർ 10⁻⁻² അല്ലെങ്കിൽ 0.35 മീറ്റർ ആണ്. ഓക്കെ, സോ ഈ 35ഉം ഈ 7ഉം കട്ടായി പോകും. 20. ഓക്കെ, 20 into 10⁻², അല്ലെങ്കിൽ 2000 ഹെഡ്സ് ആണ് ആൻസർ വരാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കാൽക്കുലേഷൻ എല്ലാം കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനെ എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ തെറ്റിക്കരുത്. ഒരു കംപ്രഷനും അടുത്ത റാഡിഫ്രാക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് കാണുമ്പോൾ ചാടി കയറി അതാണ് വേവ് ലെങ്ത് എന്ന് വിചാരിക്കരുത്. ഓക്കെ, ഒരു കംപ്രഷനും അടുത്ത കംപ്രഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത്. ഇത് വേവ് ലെങ്ത്തിന്റെ പകുതി λ/2. ഓക്കെ, സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാം. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 adjacent troughs. കണ്ടോ, ഇവിടെ 2 ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വിച്ച് ഇസ് ഈക്വൽ ടു വേവ് ലെങ്ത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. സോ ഒരു ട്രാൻസ്വേഴ്സ് വേവ് തമ്മിലുള്ള 2 ട്രഫ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 മീറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, 2 ക്രസ്റ്റോ 2 ട്രഫോ 2 റാഡിഫ്രാക്ഷൻസോ 2 കംപ്രഷൻസോ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ അതാണ് വേവ് ലെങ്ത്. ഓക്കെ, സോ വേവ് ലെങ്ത് ഈസ് ഗിവൺ. ഫൈൻഡ് ഔട്ട് ദ ഫ്രീക്വൻസി. ഓക്കെ, ഫ്രീക്വൻസി ആണ് ചോദിച്ചുള്ളത്. V is equal to f lambda, f is equal to V by lambda. V എത്രയാണ് തന്നിട്ടുണ്ട്? 20 മീറ്റർ തന്നിട്ടുണ്ട്. 20 ഡിവൈഡഡ് ബൈ ലാംഡ എത്രയാണ് തന്നിട്ടുണ്ട്? ഓക്കെ, ലാംഡ ഈസ് ഓൾറെഡി ഗിവൺ. ഓക്കെ, 2 മീറ്റർ തന്നിട്ടുണ്ട്. 10 ഹെഡ്സ്. ഓക്കെ, യൂണിറ്റ് ചെയ്താണെന്ന് മറന്നു വരുന്നത്. യൂണിറ്റ് ഒക്കെ എഴുതിയില്ലെങ്കിൽ ഒരു ഹാഫ് മാർക്ക് വെറുതെ കളഞ്ഞു പോകും. ഓക്കെ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ A+ നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ. The state of vibration of particles of the wave at a particular instant is depicted. Okay, yes, 3 വേവ് ഉണ്ട് അല്ലേ? 1 വേവ്, 2 വേവ്, 3 വേവ്, 3 സംതിങ്. ഓക്കെ, അതായത് അടിയിൽ സമയമുണ്ട്, എക്സിൽ സമയമുണ്ട്, മുകളിൽ അതിൻ്റെ ഇതുണ്ട്, ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. ഓക്കെ, ഫൈൻ. വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ്? ആംപ്ലിറ്റ്യൂഡ് എത്ര? മാക്സിമം ഇക്വിലിബ്രിയത്തിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസ് 0.2 മീറ്റർ. 0.2 മീറ്റർ നമുക്ക് കണ്ടുപിടിച്ച് നോക്കിയിട്ട് എഴുതാം. 0.2 മീറ്റർ. അടുത്ത്. If it takes 3 seconds to travel from O to A, find the frequency of the wave. O to A ന്ന് 30 സെക്കൻഡ് ആണ് ഇയാൾ എടുക്കുന്നത്. 30 സെക്കൻഡിനുള്ളിൽ ഇയാൾ 3 വേവ് ഉണ്ടാക്കുന്നത് അല്ലേ? 1 വേവ്, 2 വേവ്, 3 വേവ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഫ്രീക്വൻസി എത്രയാണ് ചോദ്യം. ഓക്കെ, ഫ്രീക്വൻസി എത്ര? ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം? ഫ്രീക്വൻസി is equal to number of waves produced 3 divided by total time taken. എത്രയാ? 30 സെക്കൻഡ്. 1/10 ഹെഡ്സ്. 1/10 ഹെർട്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ 1/10 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ടൈം പീരീഡ്. ടൈം പീരീഡ് എങ്ങനെ കാണാം? 1/f എഴുതാം. 1/f is equal to 10 സെക്കൻഡ്. 10 സെക്കൻഡ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വേവ് ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം
ഒരു വേവ് ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം എത്രയാ? ഒരു വേവ് ഉണ്ടാക്കാൻ എടുക്കുന്നത് ഇവിടെയാണ്. ഒരു വേവ് ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം 10 സെക്കൻഡ്. ഓക്കെ, ഇനി കാൽക്കുലേഷൻ ഒന്നും വേണ്ട, നിങ്ങൾ നോക്കുക, ടൈം പീരീഡ് നോക്കുക. ഒരു വേവ് ഉണ്ടാക്കാൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ്. ഒരു വേവ് ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം 10 ആണ്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t, 1/10 ഹെഡ്സ്, 1/10 ഹെഡ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻ ഒന്നും ചെയ്യണമെന്നില്ല, ഡയറക്റ്റ്ലി എഴുതി വെക്കാം. ഓക്കെ, ജസ്റ്റ് ഹാഫ് ഒരു മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ഒരു നിശ്ചിത സമയ തരംഗത്തെ കാണിക്കുന്ന കണികയുടെ, ഓക്കെ, ഇതിന്റെ മലയാളമാണത്. ഇനി മലയാളം എടുത്തിട്ടുള്ളവർക്കും വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, സോ ആവൃത്തിയാണ് ചോദിച്ചിട്ടുള്ളത് ആദ്യം. ആവൃത്തി ഈസ് ഈക്വൽ ടു 1/10 ഹെഡ്സ്. ടൈം പീരീഡ്, ഓക്കെ, ടൈം പീരീഡ് നമ്മൾ എങ്ങനെ കാണാം? തരംഗത്തിന്റെ പീരീഡ് 1/f അങ്ങനെ വേണമെങ്കിലും കാണാം. ഓക്കെ ഓക്കെ, യെസ്. ഇനി ചോദ്യം ആംപ്ലിറ്റ്യൂഡ്, ആവൃത്തി. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഇതിലേതാണ് ഹൈ എന്നാണ് ചോദിച്ചത്. ഒരു ക്വസ്റ്റ്യൻ ഏതിനാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി എന്നാണ് ചോദിച്ചത്. ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ള, മലയാളം എടുത്തുള്ള ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ളത് ഏതാ? ഒരു സെക്കൻഡിൽ എത്ര വേവ് ഉണ്ടാകുന്നു, അതാണ് ആവൃത്തി എന്ന് പറയാം, അല്ലെങ്കിൽ അതിനാണ് ഫ്രീക്വൻസി എന്ന് പറയാം. സോ ഒരു സെക്കൻഡ് ഇയാളാ, ഒരു സെക്കൻഡിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഏത് വേവാ? ഇവിടെ ആകെ ഹാഫ് വേവ് ഉണ്ടാവുന്നുള്ളൂ. ഇവിടെ 1/4 ക്വാർട്ടർ വേവ് ഉണ്ടാവുന്നുള്ളൂ. ഇവിടെ ഒരു 1/4 വേവ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഒരു സെക്കൻഡിൽ ഏറ്റവും കൂടുതൽ വേവ്സ് ഉണ്ടാവുന്നത് Q ആണ്. ഓക്കെ, അല്ലെങ്കിൽ നോക്കാം, അടുത്തടുത്ത് വളരെ കൂടുതൽ നമ്പർ ഓഫ് സെയിം സമയമാണ് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് വേവ്സ് കൂടുതലുള്ളത് എവിടെയാണോ അതാണ് ഫ്രീക്വൻസി. ഓക്കെ, ഇനി ഫ്രീക്വൻസി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം നമ്പർ ഓഫ് വേവ്സ് 1, 2, 3, 4, 4.5 ഡിവൈഡഡ് ബൈ 6 എന്ന് വേണമെങ്കിൽ ചെയ്യാം. 9/5 ഡിവൈഡ് ബൈ 6. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്നു. അവർ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഏതിനാണ് കൂടുതൽ ഫ്രീക്വൻസി എന്നുള്ള ചോദിച്ചത്. ഓക്കെ, SSLCക്ക് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ചോദിക്കുക. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അടുത്ത്, വിച്ച് വേവ് ഹാസ് ദ ഹയസ്റ്റ് ആംപ്ലിറ്റ്യൂഡ്? ഏറ്റവും കൂടുതൽ ആംപ്ലിറ്റ്യൂഡ് ഉള്ളത്, ഏറ്റവും കൂടുതൽ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിന്, ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാക്സിമം ഡിസ്റ്റൻസ് പോയിട്ടുള്ള വേവ് ഏതാന്ന് നോക്കുക. ഇയാള് R. ഓക്കെ, സോ ഇതിന്റെ ഉത്തരം R, ഇതിന്റെ ഉത്തരം Q. ഓക്കെ, രണ്ടും നോക്കി എഴുതാവുന്ന ക്വസ്റ്റൻ ആണ്. 2 മാർക്കിന് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, കാൽക്കുലേഷൻസ് ഒന്നുമില്ല. അടുത്തത്, is there any relation between the marking on the tuning fork and its number of vibrations? Marking on the tuning fork എന്താ? അതിന് മേലെ അതിന്റെ ഫ്രീക്വൻസി എഴുതിയിട്ടുണ്ടാവും. ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻസ് ഉണ്ട്, ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് അതിന് മേലെ എഴുതിയിട്ടുള്ളത്. ഫ്രീക്വൻസിയാണ് അതിന് മേലെ എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിന്റെ മലയാളവും ഇംഗ്ലീഷും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 256 is excited and its stem is placed on a table. 256 ഹെഡ്സ് ഫ്രീക്വൻസി ഉള്ളവരെ എന്താണ് ട്യൂണിംഗ് ഫോർക്കിനെ ഞാൻ ഇങ്ങനെ എക്സൈറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഫ്രീക്വൻസി എത്രയാ? 256 ഹെഡ്സിലാണ് ഇയാൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക. ഓരോ സെക്കൻഡും 256 വൈബ്രേഷൻസ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ ട്യൂണിംഗ് ഫോർക്കിനെ. ഞാനത് പിടിച്ചിട്ട് എന്ത് ചെയ്തേ? ടേബിൾ മേലെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ച്. അപ്പോൾ ടേബിൾ എന്തുണ്ടാവും? ഇവിടെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ നടക്കും. ടേബിളും 256 ഹെഡ്സിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. 256 ഇയാൾ നാച്ചുറൽ ഫ്രീക്വൻസി ഇതിന് പിടിച്ചിട്ട് ഞാൻ ഫോഴ്സ്ഡ് വൈബ്രേഷൻ കൊടുത്തു. അപ്പോൾ രണ്ടാളും കൂടി ഇങ്ങനെ 256 വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, ഫൈൻ, അതാണ് ആദ്യത്തെ കേസ്. ഇനി രണ്ടാമത്, വെൻ എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 288 ഹെഡ്സ്. ഓക്കെ, അതായത് ഞാൻ ഇയാൾ മാറ്റി 256 മാറ്റി 288 പിടിച്ച് 288 ഹെഡ്സ് ഫ്രീക്വൻസി ഉള്ള ഒരു എന്താണ് ട്യൂണിംഗ് ഫോർക്കിനെ പിടിച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് 288 ഓരോ സെക്കൻഡിലും 288 വൈബ്രേഷൻസിൽ ഇങ്ങനെ വരാണ്. ഞാൻ ഇയാൾ പിടിച്ചിട്ട് ഒരു ടേബിൾ മേലെ ഇങ്ങനെ കൊണ്ടുവച്ച് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഇപ്പോൾ ടേബിൾ എന്ത് ചെയ്തേ? ഇപ്പോൾ ടേബിളും 288 ഹെഡ്സിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. രണ്ട് കേസിലും ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. പക്ഷേ രണ്ടാമത്തെ കേസിൽ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ ദ ടേബിൾ ഗേവ് സൗണ്ട് ഓഫ് മാക്സിമം ലൗഡ്നെസ്. രണ്ടാമത്തെ കേസിൽ വെച്ച് നല്ല മാക്സിമം ലൗഡ്നെസ്സിൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റി. അതായത് ഉയർന്ന ഉച്ചതയിലുള്ള ശബ്ദം കേട്ടു. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? റെസണൻസ്. അതായത് നമ്മൾ കൊടുത്ത ഫ്രീക്വൻസി, അതായത് ഇയാളുടെ ഫ്രീക്വൻസി, നമ്മൾ ട്യൂണിംഗ് ഫോർക്കിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ടേബിളിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനത്തെ സമയത്ത് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ നടത്തിയാൽ രണ്ടാളും റെസണൻസിലാവും എന്ന് പറഞ്ഞാൽ they will vibrate with maximum frequency. Okay, sorry, maximum amplitude. നല്ല ലൗഡർ ആയിട്ടുള്ള സൗണ്ട് കേൾക്കും. രണ്ടാൾക്കും ഒരേ ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ. നേരത്തെ കേസിൽ അതല്ലായിരുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലായിട്ട് നോക്കാം. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദ ടേബിൾ ഇൻ ദ ഫസ്റ്റ് കേസ്? ഏതാ? 256. ഞാൻ ഇയാളെ പിടിച്ചിട്ട് ഇയാൾ വൈബ്രേറ്റ് ചെയ്യിച്ചാൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് 256 ഹെഡ്സ്. ഗീവ് ദ റീസൺ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ, വാട്ട് ഈസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ടേബിൾ? ടേബിളിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാ? രണ്ടാമത്തെ കേസിലാണ് റെസൊണൻസ് നടന്നത്. സോ ടേബിളിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി വരിക 288 ഹെഡ്സ് ആണ്. ഓക്കെ, വൈ ഡു യു തിങ്ക് സോ? അവിടെയാണ് റെസൊണൻസ് നടന്നത്, അവിടെയാണ് കൂടുതൽ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടായത്, അവിടെ കൂടുതൽ ലൗഡ്നെസ് ഉണ്ടായത്. വൈ വാസ് ദ സൗണ്ട് ഹേർഡ് വിത്ത് മാക്സിമം ലൗഡ്നെസ് ഇൻ ദ സെക്കൻഡ് കേസ്? റെസൊണൻസ്. ഓക്കെ, റെസൊണൻസ് അത് നിങ്ങളെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം. ഓക്കെ, രണ്ടാമത്തെ കേസിൽ റെസൊണൻസ് നടന്നു.
ഓക്കെ, അതുകൊണ്ടാണ് കൂടുതൽ ആവതിയിലുള്ള, കൂടുതൽ ലൗഡ്നെസ്സിലുള്ള, കൂടുതൽ ആംപ്ലിറ്റ്യൂഡിലുള്ള സൗണ്ട് നമ്മൾ കേട്ടത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഓക്കെ, നമ്മളെ സൗണ്ടിലുള്ള കുറച്ച് ക്വസ്റ്റൻസ് ചെയ്ത് ഇനി നമ്മൾ ലെൻസിലുള്ള ഒരു 4-5 ക്വസ്റ്റൻസ്. ലെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആണ്. നിങ്ങൾ വെയിറ്റേജ് നോക്കിയാൽ മനസ്സിലാവും. എല്ലാ ചാപ്റ്ററും 6-7 മാർക്കിലൊക്കെയാണ്. ഓൾമോസ്റ്റ് സെയിം ആണ് നമ്മളെ ഫിസിക്സിന്റെ വെയിറ്റേജ് നിങ്ങൾ SSLCക്ക് വരാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു ലെൻസിൽ കുറേ ആൾക്കാർക്ക് പേടിയുള്ള ഒരു ചാപ്റ്റർ ആണ്, പക്ഷേ വളരെ ഈസിയാണ് അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോ കോൺവെക്സ് ലെൻസിൽ പാരലലായിട്ട് റേ വന്നാൽ ഫോക്കസിലൂടെ പോകും. കോൺകേവ് ലെൻസിലാണെന്നുണ്ടെങ്കിൽ ഇത് ഫോക്കസിനെ എമേർജ് ചെയ്യുന്ന പോലെ തോന്നും. ഈ പിക്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്കിനെ അത് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തെറ്റായത് കണ്ടുപിടിക്കാനൊക്കെ വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്ത് എക്സാമിന്റെ ടെൻഷനിൽ തെറ്റിച്ച് എഴുതരുത്. ഓക്കെ, നോക്കാം. ഇനി കോൺവെക്സ് ലെൻസിൽ ഫോക്കസിലൂടെ വന്നാൽ പാരലായിട്ട് പോകും, പാരലായിട്ട് വന്നാൽ ഫോക്കസിലൂടെ പോകും, ഫോക്കസിലൂടെ വന്നാൽ പാരലായിട്ട് പോകും. ഇനി ഫോക്കസിലോട്ട് വരുന്നത് പാരലായിട്ട് പോകും. ഫോക്കസിലോട്ട് തട്ടൂല, കാരണം ഇയാൾ ഡൈവേർജിങ് ലെൻസ് ആണ് അല്ലേ. ഡൈവേർജിങ് ലെൻസ് ആണ്. കൺവേർജിങ് ലെൻസ് ആരാ? അത് കോൺവെക്സ് ആണ്. ഇനി ഓയിലൂടെ പോകും, ഓയിലൂടെ പോകുന്നത് ഓയിലൂടെ അങ്ങ് ഡിസ്റ്റർബ് ചെയ്യാതെ പോയിക്കോളും. ഓക്കെ, അത് 2 കേസിലും ഒരുപോലെ തന്നെ. ഇനി നമ്മളെ ഇമേജ് ഫോർമേഷൻസ് ഇത് വിട്ടൊരു കളിയില്ല. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇനി എക്സാമിന് പോകുന്നതിന് മുന്നേ ലാസ്റ്റ് ഒന്നും കൂടി നോക്കിക്കോ എവിടേക്ക് എന്തൊക്കെയാണ്. ഓക്കെ, ഇൻഫിനിറ്റിയിൽ വെച്ചാൽ കോൺവെക്സിന്റെ കേസിൽ നമുക്കൊരു 6 കേസസ് പഠിക്കാണ്ട്. കോൺകേവിന്റെ കേസിൽ നമുക്ക് 2 കേസ് പഠിക്കാനുള്ളൂ. ഓക്കെ, കോൺവെക്സ് ലെൻസിൽ ഏതൊക്കെ കേസ്? ഇൻഫിനിറ്റി വെച്ചാൽ ഫോക്കസിൽ കിട്ടും. ഓക്കെ, ബിയോണ്ട് 2f വെച്ചാൽ ബിറ്റ്വീൻ f ആൻഡ് 2f കിട്ടും. അറ്റ് 2f വെച്ചാൽ അറ്റ് 2f കിട്ടും. പിന്നെ ബിറ്റ്വീൻ 2f ആൻഡ് f വെച്ചാൽ ബിയോണ്ട് 2f കിട്ടും. എഫിൽ വെച്ചാൽ ഇമേജേ ഇല്ല. പിന്നെയോ അറ്റ് ബിറ്റ്വീൻ f ആൻഡ് 2f വെച്ചാൽ വിർച്വൽ ഇറക്റ്റ് എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടും. ഓക്കെ, സോ ഇതിൽ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കേസ് ഇയാളാണ്. ഓക്കെ, എന്താ ഇയാളെ പ്രത്യേകത? only case where a convex lens produce virtual image. മറന്നുപോയത്. ഓക്കെ, മലയാളം മീഡിയത്തിലുള്ളവരാണെങ്കിൽ കോൺവെക്സ് ലെൻസ് മിഥ്യാപ്രതിബിംബം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒറ്റ കേസേ ഉള്ളൂ. അത് എഫിനും ഓക്കും ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോഴാണ്. ഓക്കെ, ഈ കേസ് പലപ്പോഴായിട്ട് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രം മതി. നിങ്ങൾ വേറെ ഒന്നും പേടിക്കൊന്നും വേണ്ട. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നൊന്നും പേടിക്കണ്ട. ഈ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് താനെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, വേറൊരു കാര്യമുള്ളത്, കോൺകേവ് ലെൻസ് എപ്പോഴും വിർച്വൽ ഇമേജസ് ആണ്, മിഥ്യാപ്രതിബിംബമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷെ ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത് ചെറുതാണ്. ഓക്കെ, സോ നമ്മൾ കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും തമ്മിൽ ഉണ്ടാക്കുന്ന വിർച്വൽ ഇമേജിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്ന വിർച്വൽ ഇമേജ് വലുതാണ്, കോൺകേവ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജ് ചെറുതാണ്. എപ്പോഴും ഉണ്ടാക്കുന്ന ആൾക്കാർ ചെറുതാണ് ഉണ്ടാക്കുന്നത്. ഇയാൾ ആകെ ഒരു പ്രാവശ്യം ഉണ്ടാക്കുള്ളൂ, പക്ഷെ ഉണ്ടാക്കുമ്പോൾ വലുതായിട്ട് ഉണ്ടാക്കും. അങ്ങനെ ആലോചിച്ചു മതി. ഓക്കെ, സോ കോൺവെക്സ് ലെൻസ് ഒറ്റ കേസിൽ വിർച്വൽ ഇമേജ് ഉണ്ടാക്കും. അത് എഫിനും ഓക്കും ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോഴാണ്. when we place object between f and o, convex lens produce virtual erect enlarged image. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ. ഓക്കെ, 2f വെച്ചാൽ 2f തന്നെ, ബിയോണ്ട് 2f വെച്ചാൽ ബിറ്റ്വീൻ f and 2f, ബിറ്റ്വീൻ f and 2f വെച്ചാൽ ബിയോണ്ട് 2f. അത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബിയോണ്ട് 2f, ബിറ്റ്വീൻ f and 2f, ബിറ്റ്വീൻ f and 2f വെച്ചാൽ ബിയോണ്ട് 2f, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അറ്റ് 2f വെച്ചാൽ ഇൻവേർട്ടഡ് സെയിം സൈസിൽ ഇമേജും കിട്ടും. ഓക്കെ, സോ m is equal to 1, m is equal to -1 എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് വരും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം -1 ഇൻവേർട്ടഡാ. 1 എന്ന് പറഞ്ഞാൽ സെയിം സൈസാ. ഓക്കെ, ആ ഒരു നമ്പർ 1 സെയിം സൈസാ. മൈനസ് നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ അത് ഇൻവേർട്ടഡാ. അപ്പോൾ ഈ കേസ് ഇത് മാത്രമേ m is equal to -1 എന്ന് കിട്ടുന്ന ഒറ്റ കേസേ ഉള്ളൂ, അത് ഇയാളാ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമേജ് ഫോർമേഷൻസ് നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് പോവാ, മറന്നു പോരുത്. ഓക്കെ, മറന്നു പോരുത്. യെസ്, ഇത് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സെപ്റ്റ് ഒന്ന് ഇങ്ങനത്തെ ഈ ഒരു ഭാഗത്ത് നിന്നെയും ക്വസ്റ്റ്യൻ വന്നാൽ അത് ചെറുതായിട്ട് എന്തെങ്കിലും ട്വിസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് സ്പെസിഫൈ ചെയ്തത്. ബാക്കി എല്ലാ ക്വസ്റ്റ്യനും ലെൻസസ് നിന്ന് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യാനോ ഇമേജ് ഫോർമേഷൻസ് വരക്കാനൊക്കെ ആയിരിക്കും ചോദിക്കും. ഓക്കെ, ഈ ഒരു കേസ് നിങ്ങൾ ഓർത്ത് വെക്കണം. അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരിച്ചും മറിച്ചും തരും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തെ m is equal to +2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് ഏത് ലെൻസാണ് പ്രൊഡ്യൂസ് ചെയ്യാം? പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഇറക്റ്റ് ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഇയാളും. അപ്പോൾ ഇറക്റ്റ് ആണ്, വിർച്വൽ ഇമേജ് ആണ്. എല്ലാ ഇറക്റ്റ് ഇമേജസും വിർച്വൽ ഇമേജസാണ്. സോ വിർച്വൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞത് എഴുതി വെച്ചാൽ തെറ്റിപ്പോവും.
കാരണം എന്താ, വിർച്വൽ ഇമേജസ് ഒരു കേസിൽ നമ്മൾ കോൺവെക്സ് ലെൻസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ +2, അതായത് ഡബിൾ സൈസ് ഇമേജിന് ഒബ്ജക്റ്റിനേക്കാളും വലിയ സൈസിൽ വിർച്വൽ ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, അപ്പോൾ m = +2 ആണെന്നുണ്ടെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് ആണ്. m = +1/2 ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇത് കോൺകേവ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരിച്ചു ചെറുതായിട്ട് കൺഫ്യൂസിങ് ആയിട്ട് എന്താണ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വരും. ഓക്കെ, അത് ഒരു A+ ഡിസൈനിങ്ങിന് ഫുൾ മാർക്ക് കിട്ടേണ്ടവർക്ക് ചോദിക്കുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും വന്നാലും നിങ്ങൾ എഴുതാൻ റെഡി ആയിരിക്കുക. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ആൻ ഒബ്ജക്ട് പ്ലേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, ബിറ്റ്വീൻ F and 2F ആണ് നമുക്കറിയാം. ബിറ്റ്വീൻ 2F and 2F വെച്ചാൽ ബിയോണ്ട് 2F അവിടെ ഒരു വലിയ ഇമേജ് ഉണ്ടാകാൻ പോകുന്നത് അല്ലേ. കോപ്പി ദ റേ ഡയഗ്രാം, കംപ്ലീറ്റ് ഷോ ദ പൊസിഷൻ ഓഫ് ദ ഇമേജ്. അതൊക്കെ നിങ്ങൾ അങ്ങ് വരക്കാം. ഓക്കെ, പാരലായിട്ട് പോയാൽ F'ലൂടെ പോവും, പിന്നെ O'ലൂടെ പോയാൽ ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, 2 റേ ആണ് നമുക്ക് ആകെ ഇമേജ് വരക്കാൻ വേണ്ടത്. പാരലായിട്ട് വരക്കാം, O'ലൂടെ പോകുന്ന പോലെയും വരക്കാം. ഓക്കെ, പാരലായിട്ട് വരക്കുക, O'ലൂടെ പോകുന്ന വരക്കുക, പാരലായിട്ട് പോകുന്ന പോലെ വരക്കുക, O'ലൂടെ പോകുന്ന വരക്കുക, പാരലായിട്ട് പോകുന്ന വരക്കുക, O'ലൂടെ പോകുന്ന വരക്കുക. ഓക്കെ, പാരലായിട്ട് പോകുന്ന വരക്കുക, O'ലൂടെ പോകുന്ന വരക്കുക. നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, F'നേക്കാളും ഡബിൾ ആയിരിക്കണം 2F. ആ മെഷർമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വരക്കുന്നത് തെറ്റിപ്പോവും. ഓക്കും Fനും ഇടയിൽ 3 എടുത്താൽ Fനും 2Fനും ഇടയിൽ 3 എടുക്കണം. ഓക്കും 2Fനും ഇടയിൽ 6 എടുക്കണം. ഓക്കെ, സോ ആ മെഷർമെന്റ്സ് കറക്റ്റ് ആക്കി നിങ്ങൾ പാരലായിട്ട് പോകുന്നത് ഫോക്കസിലൂടെയും O'ലൂടെ പോകുന്നത് അങ്ങനെയും ആ ഒരു ഡിസ്റ്റർബ് ചെയ്ത നേരം പോകുന്ന പോലെ വരച്ചാൽ ഉത്തരം നിങ്ങൾക്ക് താനെ കിട്ടും. ഓക്കെ, റൈറ്റ് ദ ക്ലിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോംഡ്. ഇൻവേർട്ടഡ് ആണ്, ഇൻവേർട്ടഡ് ആണെങ്കിൽ റിയൽ ആണ്, എൻലാർജ്ഡ് ആണ്. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ, കുറച്ച് വലിയ ഇമേജ് ആയിരിക്കും ഇവിടെ. അടുത്ത്, ദ ഫോളോയിങ് ഡയഗ്രാം റെപ്രസെന്റ് ദ പാസേജ് ഓഫ് ലൈറ്റ് ഫ്രം ആൻ ഒബ്ജക്ട് ടു ലെൻസ് MN. ഓക്കെ, ഇത് ഡൈവേർജ് ചെയ്യുന്നത് ഒന്നുള്ള ഇങ്ങനെ പോകുന്നത്. ഓക്കെ, ഇതാരാ, കോൺകേവ് ലെൻസ്. ഓക്കെ, ഇത് മലയാളത്തിന് ആവശ്യമില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മലയാളമാണ്, അതുകൊണ്ടാണ് എഴുതാത്തത്. ഓക്കെ, ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് ലെൻസാണ്, കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, കോപ്പി ആൻഡ് റീഡ്രോ ദ ഡയഗ്രാം. കോൺകേവ് ലെൻസിന്റെ ഏത് ഡയഗ്രാം, ഈസി. ഓക്കെ, കോൺകേവ് ലെൻസിന്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, പാരലായിട്ട് പോവുക, ഡൈവേർജ് ചെയ്യുക. അതായത് ഡൈവേർജ് ചെയ്യുമ്പോൾ ഫോക്കസിന് വരുന്ന പോലെ തോന്നും. പിന്നെ O'ലൂടെ പോകുന്നത് 2 കേസിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഇമേജ് കിട്ടും ഇറക്റ്റ് ആയിട്ട്. അടുത്തത്, റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ്. വിർച്വൽ ആണെങ്കിൽ ഇറക്റ്റ് ആണ്, 2 കിട്ടി. ഇനി പിന്നെ എപ്പോഴും ഡിമിനിഷ്ഡ് ആയിരിക്കും. കോൺകേവ് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ വിർച്വൽ ഇമേജസും ഡിമിനിഷ്ഡ് ആയിരിക്കും. എല്ലാ ഇമേജസും ഡിമിനിഷ്ഡ് ആയിരിക്കും. ഓക്കെ, വിർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. ഓക്കെ, വിർച്വൽ ഇമേജ് വലുത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസ് ആണ്, മറന്നു പോകരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 15 cm ഫ്രം എ ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് +10 cm. ഓക്കെ, ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്ത് തെറ്റിക്കരുത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആകെ ഒരു ഇക്വേഷനെ പഠിക്കാനുള്ളൂ. 1/F = 1/V - 1/U. പിന്നെ മറ്റേ ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, അതൊരു എന്താണ്, M = V/U, മാഗ്നിഫിക്കേഷൻ, HI/H. ഓക്കെ, അതെല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ ഈ പ്ലസും മൈനസും ഒന്ന് മാറിപ്പോയത്. 1/F = 1/V - 1/U. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് എഴുതി നോക്കാം. an object is placed at a distance of 15 cm. അപ്പോൾ U = +15 അല്ലെങ്കിൽ 15 എഴുതിയാലേ ഉത്തരം തെറ്റിപ്പോവും. ഒബ്ജക്ട് ഡിസ്റ്റൻസ് -15 cm ആണ്. കാരണം ലെൻസ് അവിടെയാണ്, ഒബ്ജക്റ്റ് ഇവിടെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് റേ പോകുന്നത്, മെഷർമെന്റ് അവിടുന്ന് ഇങ്ങോട്ടാണ് എടുക്കുന്നത്. സോ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരം അവിടുന്ന് ഇങ്ങോട്ട് എടുക്കുന്ന മെഷർമെന്റ്സ് നെഗറ്റീവ് ആണ്. ഓക്കെ, U = -15 cm. ഒബ്ജക്ട് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ്, തെറ്റിക്കരുത്. ഓക്കെ, ഇനി ഫോക്കൽ ലെങ്ത് 10 cm. അതുപോലെ പ്ലസ് ആണ്, കാരണം കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പ്ലസ് ആണ്, പോസിറ്റീവ് ആണ്. ചിലപ്പോൾ തരും എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 10 cm. അപ്പോൾ അവിടെ മൈനസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് കോൺകേവ് ലെൻസ് ആണ്, കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളായിട്ട് അത് എഴുതി വെക്കാം. ഓക്കെ, ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്, കാൽക്കുലേറ്റ് ഇമേജ് ഡിസ്റ്റൻസ്. V ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, U ഉണ്ട്, F ഉണ്ട്, നമുക്ക് ആകെ കണ്ടുപിടിക്കേണ്ടത് V മാത്രമാണ്. ഓക്കെ, നമുക്ക് ആ ഇക്വേഷൻ ഇട്ട് നോക്കാം. 1/F = 1/V - 1/U. ഓക്കെ, ഞാൻ ഓരോന്നായിട്ട് എഴുതാം. 1/10. ഓക്കെ, സൈൻ തെറ്റിക്കരുത്, സൈൻ തെറ്റിച്ചാലേ ഉത്തരം തെറ്റിപ്പോ. 1/V, V ആണ് കണ്ടുപിടിക്കാനുള്ളത്. 1/V - 1/U. ഓക്കെ, 1/U, U എത്രയാ, -15. അപ്പം
1 by minus 15. ഓക്കെ, മൈനസ് 1 by minus 15. ഈ മൈനസും പ്ലസ് ആവും. ഓക്കെ, ഇനി ഞാൻ അയാൾ ഇങ്ങോട്ട് കൊടുത്താൽ ഈ മൈനസും പ്ലസ് ആവും. ആ പ്ലസ് അയാൾ ഇങ്ങോട്ട് കൊടുത്താൽ ഇയാൾ വീണ്ടും മൈനസ് ആവും. സോ നമുക്ക് എന്ത് എഴുതാം? 1 by 10 minus 1 by 15 is equal to 1 by v. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. 15 minus 10 5 by 1 by 15 വരും. റൈറ്റ്, 1 by v is equal to 5 by 1 by 15. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ? പൂജ്യം അവിടെ നിൽക്കട്ടെ. 5 15 5 3 പ്രാവശ്യം. സോ 1 by 30. ഓക്കെ, 1 by 30. v is equal to 30 സെന്റിമീറ്റർ പ്ലസ് 30 സെന്റിമീറ്റർ ആൻസർ വരും. കറക്റ്റ് ആണ്, കാരണം കോൺവെക്സ് ലെൻസ് ആണ്. നമ്മൾ എന്താണ് ഫോക്കൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഫോക്കൽ ലെങ്ത് 10 ആണ്. സോ 15 ബിറ്റ്വീൻ എഫ് ആൻഡ് 2f ആണ് വെച്ചിട്ടുള്ളത്. ബിയോണ്ട് 2f ആയിട്ട് നമുക്കൊരു ഇമേജ് കിട്ടും. ബിയോണ്ട് 2f 20ൻ്റെ അപ്പുറത്ത് നമുക്കൊരു ഇമേജ് കിട്ടും. ഒബ്വിയസ് ആണ്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒന്നും ഞാൻ വരുത്തില്ല എന്ന് വിചാരിക്കുന്നു. എനിവേ ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഓക്കെ, 15 മൈനസ് 10 5 ഡിവൈഡഡ് ബൈ 150. സോ 1 by 30 v is equal to 30 സെന്റിമീറ്റർ. കറക്റ്റ് ആണ്. ഓക്കെ, വാട്ട് ഇസ് ദ നാച്ചർ ഓഫ് ദി ഇമേജ് ഫോംഡ്? നാച്ചർ ഓഫ് ദി ഇമേജ് ഫോംഡ്. കാൽക്കുലേറ്റ് ദി ഇമേജ് ഡിസ്റ്റൻസ്. വാട്ട് ടൈപ്പ് ഓഫ് ദ ലെൻസ് ഇസ് യൂസ്ഡ് ഹിയർ? എല്ലാം നമ്മൾ പറഞ്ഞു. ലെൻസ് ഏതാണ്? കോൺവെക്സ് ആണ്. ഇമേജ് ഡിസ്റ്റൻസ് 30 സെന്റിമീറ്റർ നമ്മൾ പറഞ്ഞു. വാട്ട് ഇസ് ദ നാച്ചർ ഓഫ് ദി ഇമേജ് ഫോംഡ്? ഞാൻ പറഞ്ഞു ഇത് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f ആണ് വെച്ചിട്ടുള്ളത്. ബിയോണ്ട് 2f ആണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്, പിന്നെയോ ഇൻവേർട്ടഡ് ഇമേജ് ആണ്, റിയൽ ഇമേജ് ആണ്, എൻലാർജ്ഡ് ആണ്. ഓക്കെ, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, എൻലാർജ്ഡ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്സാമിന് എന്തെല്ലാം ആലോചിക്കാൻ വയ്യ, അതിപ്പോൾ എവിടെ വെച്ചത് എന്തെല്ലാം കൺഫ്യൂഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മളെ മാഗ്നിഫിക്കേഷൻ കണ്ടു നോക്കാം. മാഗ്നിഫിക്കേഷൻ കാണുക എങ്ങനെ കാണാം? v by u ചെയ്ത് നോക്കാം. v by u, v എത്രയാ? 30, u എത്രയാ? അപ്പോൾ സൈൻ എല്ലാം കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണേ. സൈന് -15. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ വരും 30 by -15 ആൻസർ വരും -2 എന്ന് വരും. ഓക്കെ, -2 പറഞ്ഞാൽ നെഗറ്റീവ് സൈൻ ആണ്, ഇൻവേർട്ടഡ് ആണ്. 2 എന്ന് പറഞ്ഞാൽ 1നേക്കാളും വലുതാണ്, എൻലാർജ്ഡ് ആണ്. ഇൻവേർട്ടഡ് ആണെങ്കിൽ റിയൽ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടിട്ട് വളരെ ഈസി ആയിട്ട് ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എവിടെ ഒബ്ജക്റ്റ് വെച്ചു എവിടെ ഇമേജ് കിട്ടുന്നതിനനുസരിച്ചും ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ റേ ഡയഗ്രാം റിലേറ്റഡ് ടു ദി ഇമേജ് ഫോർമേഷൻ ഇസ് ഗിവൺ ബിലോ. കോപ്പി ആൻഡ് കംപ്ലീറ്റ് ദ ഡയഗ്രാം. ബിറ്റ്വീൻ എഫ് ആൻഡ് 2f, ബിയോണ്ട് 2f, റിയൽ, ഇൻവേർട്ടഡ്, എൻലാർജ്ഡ് ഇമേജ് കിട്ടും. ഓക്കെ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത്, കോപ്പി ആൻഡ് കംപ്ലീറ്റ് ദ ഡയഗ്രാം. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്. മാഗ്നിഫിക്കേഷൻ ഓഫ് ദി ഇമേജ്. മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, പക്ഷേ നെഗറ്റീവ് സൈൻ ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് സൈൻ ആയിരിക്കും. വേർ മസ്റ്റ് ബി ദ ഒബ്ജക്ട് ബി പ്ലേസ് ടു ഗെറ്റ് റിയൽ ഇമേജ് ഓഫ് ദ സൈസ് ആസ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്ട്. അതായത് ഒബ്ജക്റ്റിന്റെ സെയിം സൈസിലെ ഇമേജ് കിട്ടണമെങ്കിൽ എവിടെയാണ് വെക്കേണ്ടത്? മലയാളം മീഡിയത്തിലുള്ളവർ എവിടെയാണ് വെക്കേണ്ടതെന്ന ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞ് 2f വെച്ചാൽ മാത്രമേ സെയിം സൈസ്ഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടുള്ളൂ. ആ സെയിം സൈസിലുള്ള ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വസ്തുവിൽ നിന്നുള്ള പ്രകാശം mn എന്ന ലെൻസിലൂടെ കടന്നു പോകുന്നത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. ഓക്കെ, mn ഏതു തരം ലെൻസ് ആണ്? ഓക്കെ, ഐഡന്റിഫൈ ദ ലെൻസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫിഗർ ഗിവൻ. ദ ഇമേജ് ഫോംഡ് ബൈ ദ ലെൻസ് ഇസ് ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മലയാളമാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മലയാളമാണ്. ഓക്കെ, സോറി ഫോർ ദ കൺഫ്യൂഷൻ. ഈ ക്വസ്റ്റ്യൻ്റെ മലയാളമാണ് അതെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഞാനിതിൻ്റെ മലയാളം പറയാം. അപ്പോൾ പറയാം. എ ബി എന്ത് ചെയ്യുന്നുണ്ട്? എ ബി എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് പ്രിൻസിപ്പൽ ആക്സിസ് വെച്ചിട്ടുണ്ട്. ലെൻസ് എല്ലിൽ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് വെച്ചിട്ടുണ്ട്. ദ ഇമേജ് ഫോംഡ് ബൈ ദ ലെൻസ് ഇസ് ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇറക്റ്റ്. സോ വിർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. വിർച്വൽ ഇമേജ് എപ്പോഴും ഫോം ചെയ്യുന്നത് ആരാണ്? കോൺകേവ് ലെൻസ് ആണ്. സോ കോൺകേവ് ലെൻസ് എന്ന് ആൻസർ എഴുതിയാൽ ആൻസർ തെറ്റിപ്പോകും. കാരണം ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺകേവ് ലെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇറക്റ്റ് ഇമേജസ് എല്ലാം അല്ലെങ്കിൽ നിവർന്ന ഇമേജസ് പ്രതിബിംബങ്ങളെല്ലാം തന്നെ ചെറുതാണ്. ഓക്കെ, സോ നിവർന്ന വിർച്വൽ ഇറക്റ്റ് ആയിട്ടുള്ള നിവർന്നതായിട്ടുള്ള വിർച്വൽ മിഥ്യാപ്രതിബിംബങ്ങൾ വലുത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആര് മാത്രമാണ്? കോൺവെക്സ് ലെൻസുമാണ്. കോൺവെക്സ് ലെൻസ് മാത്രമാണ്. ഓക്കെ, കോൺവെക്സ് ലെൻസ് മാത്രമാണ്. റീസൺ നിങ്ങൾ പറയേണ്ടത് ഇത് വിർച്വൽ ആണ്, കൂടാതെ ഇത് മാഗ്നിഫൈഡും ആണ്. ഓക്കെ, മാഗ്നിഫൈഡും ആണ്. ഏത് റേ ഡയഗ്രാം വരക്കേണ്ടത്? ഇയാള് ഈ റേ ഡയഗ്രാം വരച്ചു കൊടുക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കേസ്. ഓക്കെ, അത് 1-2 ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് റിപ്പീറ്റേഷൻ ആയതുകൊണ്ട് ഒഴിവാക്കിയതാണ്. സോ ആ ഒരു കേസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി വളരെ സിമ്പിളായിട്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് മാത്രം പറഞ്ഞു പോകുന്നത് നമ്മുടെ ചാപ്റ്റർ ആയിട്ടുള്ള ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ. ഓക്കെ, ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ്
വിഷൻ. ഓക്കെ, സോ മലയാളം മീഡിയത്തിലുള്ളവർ ഞാൻ അതിൻ്റെ കൂടെ മലയാളം അങ്ങ് പറയും. ഓക്കെ, അനലൈസ് ദ ഫോളോയിങ് ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. സൺലൈറ്റ് വരുന്നുണ്ട്, സ്ക്രീൻ ഉണ്ട്. വിച്ച് ആർ ദ കളേഴ്സ് ഒബ്റ്റൈൻഡ് ഓൺ ദ സ്ക്രീൻ? വിബ്ജിയോർ കളേഴ്സ് നമുക്ക് കിട്ടും. നമുക്കറിയാം വി താഴെയായിരിക്കും, റെഡ് മുകളിലായിരിക്കും. റെഡിന് കൂടുതൽ വേവ് ലെങ്ത് ആണ്, മറന്നു പോകരുത്. വിബ്ജിയോർ എന്ന് പറയുമ്പോൾ ആ ഓർഡർ വേവ് ലെങ്ത് ഇൻക്രീസിങ് ഓർഡർ ആണ്. റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, ഡീവിയേഷൻ വളരെ കുറവാണ്. ഓക്കെ, വിച്ച് among these has the longest wavelength? റെഡ്. നെയിം ദ പ്രോസസ് ഇൻ വിച്ച് ദ ലൈറ്റ് സ്പ്ലിറ്റ്സ് അപ്പ് ഇൻറ്റു കോൺസ്റ്റിറ്റ്യൂന്റ് കളേഴ്സ്. ഡിസ്പേർഷൻ ആണ് മലയാളം മീഡിയത്തിലുള്ളവരാണെങ്കിൽ പ്രകീർണനം. വാട്ട് ദ ഡിഫറൻസ്? ഓക്കെ, ഈ കളേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഈ പ്രതിഭാസത്തിൻ്റെ പേരാണ് ചോദിച്ചത്. ഓക്കെ, പ്രകീർണനം. വാട്ട് ദ ഡിഫറൻസ് ഈസ് ഒബ്സർവ്ഡ് വെൻ റെഡ് ലേസർ ലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് സൺലൈറ്റ്? റെഡ് ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ റെഡ് ലൈറ്റിലെ അല്ലെങ്കിൽ ചുവന്ന നിറത്തിൽ വേറെ കളേഴ്സ് ഒന്നുമില്ല. സോ അത് സ്പ്ലിറ്റ് ചെയ്യില്ല, നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടില്ല, റെഡ് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അടുത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. യെസ്, അടുത്തത്. ഇനി അത് നേരെ തിരിച്ചിട്ടുണ്ട്. തിരിച്ചിട്ട് എന്ത് സംഭവിക്കും? ഇതുപോലെ നമുക്ക് കിട്ടും. ഇവിടെ ഒരാൾ, ഇവിടെ ഒരാൾ. അപ്പോൾ കുറഞ്ഞ ഡീവിയേഷൻ ആർക്കാ? റെഡ് ഇവിടെ വരും, വയലറ്റ് മുകളിൽ വരും. ഓക്കെ, ഇത് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, യെസ്. അടുത്ത് ഓരോന്നിൻ്റെയും റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ? കീ റീസൺസ്. റാപ്പിഡ്ലി റൊട്ടേറ്റിംഗ് ന്യൂട്ടൺസ് കളർ ഡിസ്ക് അപ്പിയേഴ്സ് വൈറ്റ്. ന്യൂട്ടൺസ് കളർ ഡിസ്ക് നമ്മൾ നോക്കുമ്പോൾ വൈറ്റ് കളറായിട്ട് കാണുന്നു, അതിങ്ങനെ സ്പീഡ് കറക്കുമ്പോൾ. കാരണം എന്താ? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഓക്കെ, കണ്ണിൽ നമ്മൾ ഒരു 1/15 സെക്കൻഡ് നമ്മളെ കണ്ട ദൃശ്യം നമ്മളെ കണ്ണിൽ തങ്ങി നിൽക്കും. സോ കുറേ കളേഴ്സ് ഒറ്റ സമയം കൊണ്ട് അറ്റ് എ ടൈം നമ്മളെ കണ്ണിൽ എത്തുമ്പോൾ ഇതിൻ്റെ കമ്പൈൻഡ് കളറായിട്ടുള്ള വൈറ്റ് ലൈറ്റ് ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, സൺ അപ്പിയേഴ്സ് റെഡ് ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ്. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. സ്കാറ്ററിങ്. ഓക്കെ, ഇതെന്താണ്? സ്കാറ്ററിങ്. ഓക്കെ, ഒന്ന് ഫ്രോസ്റ്റി മോർണിംഗ്, ഇതും സ്കാറ്ററിങ് തന്നെ. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, അതിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. ഓക്കെ, ഇനി ഇതിൽ നിന്ന് വളരെ സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് നമ്മുടെ ഡിഫക്ട്സ് ഓഫ് ഐ. മയോപ്പിയ, ഷോർട്ട് സൈറ്റ്നസ്, അതായത് ഹ്രസ്വദൃഷ്ടി. അതുപോലെ നമ്മളെ ഹൈപ്പർമെട്രോപ്പിയ. അത് എപ്പോൾ, എവിടെ, റീസൺസ്. ഓക്കെ, റീസൺസ്, അതിൻ്റെ കറക്റ്റീവ് ലെൻസ്. പിന്നെയോ റീസൺസ് പറഞ്ഞാൽ ഉണ്ടാകാനുള്ള കാരണങ്ങൾ. കറക്റ്റീവ് ലെൻസ്. ഓക്കെ, ഏത് ലെൻസാണ് യൂസ് ചെയ്തിട്ടാണത് നമ്മളത് ആ ഡിഫക്റ്റ് ഒഴിവാക്കേണ്ടത്. ഓക്കെ, ആ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. കൂടാതെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്, പ്രതിബിംബം എവിടെയാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം അത് ദൂരെ നിന്ന് വരുന്ന ഇമേജ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇമേജ് ഫോം ചെയ്യുന്നത് മയോപ്പിയാണ്. ഓക്കെ, അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. വിച്ച് ഫിഗർ ഇൻഡിക്കേറ്റ്സ് ഐ വിത്ത് ഷോർട്ട് സൈറ്റ്നസ്? അതായത് മയോപ്പിയുള്ള ഏതാ? ദൂരെ നിന്ന് വരുന്ന ഇമേജസ് എന്ത് ചെയ്യുക? ദൂരെ നിന്ന് വരുന്ന ഇമേജസ് ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ ആ പേരിലുള്ള വാക്കിലെ ആ ഒരു ദൂരം നമുക്ക് കാണാൻ പറ്റും. ഷോർട്ട് സൈറ്റ്നസ്, ഹ്രസ്വ ദൂരം നമുക്ക് കാണാൻ പറ്റും. വളരെ ദൂരെ നിന്ന് വരുന്ന ഇമേജസ് റേസ് നമ്മളെ റെറ്റിനിൻ്റെ ഫ്രണ്ടിൽ കൺവേർട്ട് ചെയ്യുന്നു. ഹ്രസ്വദൃഷ്ടി. ഓക്കെ, ഇതാണ് നമ്മളെ മയോപ്പിയ. ഇതിൻ്റെ റീസൺസ് എന്താണ്? ഇതിങ്ങനെ മുന്നിൽ ഫോം ചെയ്യുന്നെങ്കിൽ ഇതിൻ്റെ റീസൺസ് എന്തായിരിക്കും? ഇതിൻ്റെ പവർ വളരെ കൂടുതലായിരിക്കും. ഫോക്കൽ ലെങ്ത് കുറവാന്ന് പറയാം, അല്ലെങ്കിൽ ഐബോൾ ലെങ്ത് എന്താണ്? കൂടുതലാണെന്ന് പറയാം. ഓക്കെ, അതൊക്കെ ആ പിക്ചർ നമുക്ക് ജസ്റ്റ് പറയാവുന്നതേ ഉള്ളൂ. ഓക്കെ, നോക്കി പറയാവുന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരു കാര്യം പഠിച്ചാൽ ബാക്കി എല്ലാം അങ്ങ് പോരും. ഇനി വാട്ട് ആർ ദ റീസൺസ് ഓഫ് ദിസ് ഡിഫക്റ്റ്? ഇപ്പോൾ പറഞ്ഞു. ഓക്കെ, ഹൗ ഇറ്റ് ഈസ് റെക്ടിഫൈഡ്? കോൺകേവ് ലെൻസ്. അത് നമുക്ക് എന്ത് ചെയ്യാം? പിക്ചർ എന്ന് പറയാം. നോക്കി, ഇതിവിടെ ഫ്രണ്ടിലാണ് ഫോം ചെയ്യുന്നത്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഡൈവേർജ് ചെയ്തിട്ട് കറക്റ്റ് ഇവിടെ കൊള്ളിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ ഡൈവേർജിങ് ലെൻസാണ് യൂസ് ചെയ്യേണ്ടത്. അതാരാ? കോൺകേവ് ലെൻസ്. മയോപ്പിയ, ഷോർട്ട് സൈറ്റ്നസ്. ഓക്കെ, മറന്നു പോരുത്, ഹ്രസ്വദൃഷ്ടി. ഇതാരതാ? ഇതിങ്ങനെ ഇവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ ഇതാരതാ? ഇത് ഹൈപ്പർമെട്രോപ്പിയാണ്. ഓക്കെ, ദീർഘദൃഷ്ടി. ഓക്കെ, ദൂരെയുള്ള ഒബ്ജക്ട്സ് നമുക്ക് കാണാൻ പറ്റും, അടുത്തുള്ള ഒബ്ജക്ട്സ് കാണാൻ പറ്റില്ല. കുറച്ച് പ്രായമായ ആൾക്കാർ ഇതിലെല്ലാം ഉണ്ടാകുന്ന അസുഖം ഇതാണ്. ഓക്കെ, ഇതിൻ്റെ റീസൺസ് നമുക്ക് എന്തൊക്കെ പറയാം? ഐബോൾ ലെങ്ത് കുറവാണെന്ന് പറയാം, എന്നാലല്ലേ അത് അവിടെ ഫോം ചെയ്യാനുള്ളൂ. ഓക്കെ, എന്നാലേ അത് അപ്പുറത്ത് ഫോം ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് പറയാം പവർ കൂടുതലാണ്, അല്ലെങ്കിൽ പവർ കുറവാണ്, അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് കൂടുതലാണെന്ന് പറയാം. കാരണം ഫോക്കൽ ലെങ്ത് കൂടുതലായതുകൊണ്ടാണ് അവിടെ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം ആ പിക്ചറിന് നോക്കി അങ്ങ് പറയാവുന്നതേ ഉള്ളൂ. ഓക്കെ, കാണാൻ പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരാളെ മര്യാദ പഠിക്കുക, ബാക്കിയുള്ള ഒരാളെ അങ്ങ് ഈസി ആയിട്ട് പോകണം. ഓക്കെ, നോക്കിയാൽ മനസ്സിലാവും. കറക്റ്റായിട്ട് മയോപ്പിക് ഐ ആണെന്നുണ്ടെങ്കിൽ ദൂരെ നിന്ന് വരുന്ന ആളെ ഫ്രണ്ടിൽ ഫോം ചെയ്യുന്നതോ. ഓക്കെ, ഹ്രസ്വദൃഷ്ടി. ഓക്കെ, നിയർ പോയിന്റ് ദൂരെയാവും ദീർഘദൃഷ്ടിയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ,
ഇനി the figure shows the image formation of eye of the person. Okay, observe the figure and answer the following. Where is the image is formed? Behind the retina. Okay, അതൊരു ക്വസ്റ്റ്യൻ ആണോ? ഐഡന്റിഫൈ ദ ഡിഫക്റ്റ്. ഇതിൽ എവിടെയാണ് ഇമേജ് ഫോം ചെയ്തതെന്ന് ചോദിച്ചാൽ റെറ്റിനയ്ക്ക് പിറകിൽ. ഓക്കെ, ഇതിൽ ഐഡന്റിഫൈ ദ ഡിഫക്റ്റ്, ഇതിൽ അസുഖം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇത് ഏതാ? ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ. ഓക്കെ, വാട്ട് ആർ ദ റീസൺസ്? സ്ഥിരം ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ റീസൺസ്? നമ്മൾ പറഞ്ഞു ഐബോണിന്റെ ലെങ്ത് കുറവേ, ഫോക്കൽ ലെങ്ത് കൂടുതലേ. ഓക്കെ, ഹൗ ക്യാൻ വി റെക്ടിഫൈ ദിസ് ഡിഫക്റ്റ്? എങ്ങനെ നമുക്കിതിനെ റെക്ടിഫൈ ചെയ്യാം? നമുക്കിതിനെ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യാം. കോൺവെക്സ്. ഓക്കെ, ഹൈപ്പർ മെട്രോപ്പിയ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യണം. കാരണം നമുക്ക് ഡൈവേർജ് ചെയ്യാൻ വേണ്ടത്, ഇങ്ങനെ പെട്ടെന്ന് ഡൈവേർജ് ചെയ്ത് കറക്റ്റ് ഇവിടെ വരുത്താൻ വേണ്ടി. സോ ദാറ്റ് ഈസ് കൺവേർജിങ് ലെൻസാണ് നമുക്ക് വേണ്ടത്. ഡൈവേർജ് ചെയ്യല്ല, കൺവേർജ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, കൺവേർജിങ് ലെൻസാണ് വേണ്ടത്. ദാറ്റ് ഈസ് കോൺവെക്സ് ലെൻസ്. ഷോർട്ട് സൈറ്റഡ്നെസ് ആണെങ്കിൽ കോൺകേവ് ലെൻസ്. ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, a doctor's prescription for a person with a defective vision have the figures -1.5D. Okay, repeated വെറുതെ വന്നാണ്. Okay, what are these figures indicates? ഇത് ഇതിന്റെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചത്. പവർ, ലെൻസിന്റെ പവർ. നിങ്ങൾ ആ ഒരു ഡിഫക്റ്റ് ഉള്ള പേഴ്സൺ ഏത് പവർ ഉള്ള ലെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്? ഓക്കെ, ഇനി അതിൽ ശ്രദ്ധിക്കേണ്ടത് ഐഡന്റിഫൈ ദി ഡിഫക്റ്റ് ഓഫ് ദ ഐ. ഒരു പവർ തന്നിട്ട് ഇതിന്റെ ഡിഫക്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇത് നെഗറ്റീവ് പവർ ആണ്. നെഗറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഫോക്കൽ ലെങ്ത് ആണ്. P = 1/f ആണ്. സോ എഫ് നെഗറ്റീവ് ആയാൽ മാത്രമേ P നെഗറ്റീവ് ആവുള്ളൂ. ഓക്കെ, സോ എഫ് നെഗറ്റീവ് ആണ്. എഫ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ഉള്ള ആർക്കാ? കോൺകേവ് ലെൻസിനാണ്. കോൺകേവ് ലെൻസ് കറക്റ്റീവ് ലെൻസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ആരാ? ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടിയുള്ള ആൾക്കാരാണ്. ഓക്കെ, സോ നമുക്ക് അവിടുന്ന് ഇങ്ങനെ പിന്നോട്ട് പോയിട്ട് നമുക്ക് ആൻസർ കിട്ടും. കോൺകേവ് ലെൻസ് യൂസ് ചെയ്യണം. നെഗറ്റീവ് ആണെങ്കിൽ കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് ആണെങ്കിൽ കോൺകേവ് ലെൻസ് യൂസ് ചെയ്യേണ്ടത് ഏത് അസുഖം ഉണ്ടാകുമ്പോഴാണ്? ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ് നോർമലാണ്. റൈറ്റ് ദ റീസൺസ് ഫോർ ദിസ് ഡിഫക്റ്റ്. ഐബോൾ ലെങ്ത് കൂടുതൽ, ഫോക്കൽ ലെങ്ത് കുറവേ. ഓക്കെ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് നിയർ പോയിന്റ് ഫ്രം വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ടു ദ നിയർ പോയിന്റ് ഫ്രോം ആൻ ഐ വിത്ത് എ ഹെൽത്തി വിഷൻ? 25 മീറ്റർ. ഓക്കെ, അടുത്ത് 25 സെന്റിമീറ്റർ. സോറി. ഓക്കെ, figure shows dispersion of ray of light passing through a water drop in atmosphere. നമുക്കറിയാം എന്താണ് നമ്മളെ റെയിൻബോ. ഓക്കെ, റെയിൻബോയില് ബ്ലൂ റെഡ് മറന്നു വരുന്നത്. ഓക്കെ, ബ്ലൂ റെഡ്. ഓക്കെ, എന്തൊക്കെ നടക്കുന്നത്? ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, 2 റിഫ്രാക്ഷൻ. ഓക്കെ, പിന്നെയോ ഡിസ്പേർഷൻ, പ്രകീർണനം, പിന്നെയോ അപവർത്തനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ആന്തരിക പ്രതിപതനം. ഓക്കെ, സോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ. ഓക്കെ, ഡിസ്പേർഷൻ മറന്നു. An object appears green in green light, red in red light and dark in blue light. ഓക്കെ, ഇത് അറിയാണ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, ഇത് ഓർമ്മ ഉണ്ടാവും. വളരെ ഈസിയാണ്. നമുക്കറിയാം 2 മിക്സ് ചെയ്താൽ, 2 പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്താൽ ഏത് സെക്കൻഡറി കളറാണ് ഉണ്ടാവുന്നത്. പിന്നെ എല്ലാവരും കൂടി മിക്സ് ചെയ്താൽ നമുക്കറിയാം വൈറ്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, സോ ആ ഒരു കാര്യം ഓർത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഇത് ആൻസർ ചെയ്യാൻ. ആൻ ഒബ്ജക്റ്റ് അപ്പിയർസ് ഗ്രീൻ ഇൻ ഗ്രീൻ ലൈറ്റ്. ഒരു ഗ്രീൻ ലൈറ്റിൽ ഗ്രീൻ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒപ്പാക്ക് ഒബ്ജക്ട്സ് എന്ത് ചെയ്യാം? അതായത് പ്രകാശം റിഫ്ലക്ട് ചെയ്യുന്ന ഒബ്ജക്ട്സ്, കടത്തി വിടാത്ത ആൾക്കാർ എന്ത് ചെയ്യും? തൻ്റെ കളേഴ്സിനെ റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഒരാൾ ഗ്രീൻ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ റിഫ്ലക്ട് ചെയ്ത കളേഴ്സാണ് പിന്നെ നമ്മൾ കാണാം. ഓക്കെ, അപ്പോൾ ഒരാൾ ഗ്രീൻ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അയാൾ റിഫ്ലക്ട് ചെയ്യുന്നത് ഗ്രീൻ ആണ്. ഗ്രീൻ പ്രൈമറി കളറാണ്. സോ ഗ്രീൻ മാത്രമാണ് അയാൾ റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ചെങ്ങായി ഒന്നെങ്കിൽ ഗ്രീൻ ആവണം, അല്ലെങ്കിൽ മഞ്ഞാവണം, അല്ലെങ്കിൽ സയാൻ ആവണം. സയാൻ എന്ത് ചെയ്യാം? സയാന് ബ്ലൂ റിഫ്ലക്ട് ചെയ്യാം, ഗ്രീന് റിഫ്ലക്ട് ചെയ്യാം, പിന്നെയോ ഗ്രീന് റിഫ്ലക്ട് ചെയ്യാം. മഞ്ഞക്ക് റെഡിനെയും ഗ്രീനെയും റിഫ്ലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 3-ൽ ആരോ ആണ് ആ ചെങ്ങായിൻ്റെ കളർ. ഓക്കെ, ഇനി വേറെ കുറച്ച് ഇതും കൂടെ ഒന്നുണ്ട്. റെഡ് ലൈറ്റ് റെഡിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം എന്തല്ല? സിയാനല്ല. ഓക്കെ, ഇനി ഗ്രീനും ആവില്ല. കാരണം എന്താ? ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രീനെ മാത്രമേ റിഫ്ലക്ട് ചെയ്യുള്ളൂ. സോ ദാറ്റ് ഈസ് യെല്ലോ ആണ് നമുക്ക് ഡയറക്റ്റ്ലി പറയാം. ഇനി വേറെ ക്ലൂ കൊണ്ട് തന്നിട്ട് ബ്ലൂ ലൈറ്റിലെ ഡാർക്കാണ്. മഞ്ഞയാണെന്നുണ്ടെങ്കിൽ നോക്ക്, മഞ്ഞയിൽ ബ്ലൂ ഇല്ല. സോ ഒബ്വിയസ്ലി നമുക്ക് പറയാം ദാറ്റ് ഈസ് യെല്ലോ. ഓക്കെ, അയാളുടെ കളറ് യെല്ലോ ആണ്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദിസ് ഒബ്ജക്റ്റിൻ്റെ കളറ് യെല്ലോ. കാരണം നിങ്ങൾ പറയണം ഇയാൾ റിഫ്ലക്ട് ചെയ്യുന്ന കളേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അയാൾ ആരൊക്കെ റിഫ്ലക്ട് ചെയ്ത്? റെഡിനെ റിഫ്ലക്ട് ചെയ്തു, ഗ്രീനെ റിഫ്ലക്ട് ചെയ്തു. റെഡിനെയും ഗ്രീനെയും റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെങ്ങായി എന്തായാലും മഞ്ഞയാവണം. ഓക്കെ, അല്ലെങ്കിൽ വെളുത്ത കളറാവണം. പക്ഷേ ബ്ലൂ ലൈറ്റിൽ
ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡാർക്കാണ്. സോ വെള്ളയല്ല, എന്തായാലും മഞ്ഞയാണ്. ഓക്കെ, ഇൻ വിച്ച് കളർ വിൽ ദിസ് ഒബ്ജക്റ്റ് അപ്പിയേഴ്സ് ഇൻ സിയാൻ? ഓക്കെ, ലൈറ്റ് വൈ. ഓക്കെ, സിയാൻ ലൈറ്റിൽ ഇയാൾ ഏത് കളറാണ് അപ്പിയർ ചെയ്യാന്നാണ്. സിയാൻ ലൈറ്റിൽ ഏതൊക്കെയാണ് കളേഴ്സ് ഉള്ളത്? ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഓക്കെ, സോ മഞ്ഞ കളറുള്ള ഒരു ഒബ്ജക്റ്റ് വന്നാൽ ഇയാൾക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? ഇയാൾക്ക് ഗ്രീനെ റിഫ്ലക്ട് ചെയ്യാം, റെഡിനെ റിഫ്ലക്ട് ചെയ്യാം. ഇയാൾക്ക് ഇതേ അറിയൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു സിയാൻ കളർ ബ്ലൂവും ഗ്രീനും വന്നാൽ ബ്ലൂവിനെ ഇയാൾക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റില്ല, ഇയാള് ഗ്രീനിനെ മാത്രം റിഫ്ലക്ട് ചെയ്യും. സോ സ്വാഭാവികമായിട്ട് നമുക്ക് ഗ്രീൻ കളറായിട്ടാണ് കാണാം. ഓക്കെ, ഒരു മഞ്ഞ ഒബ്ജക്റ്റ് സിയാൻ കളറിൽ ഗ്രീൻ കളറായിട്ടാണ് കാണാം. ഓക്കെ, ഞാനിതിപ്പോൾ ഈ കളർ നോക്കി പറഞ്ഞതാണ്. ഓക്കെ, അല്ലാതെ ഒന്നും കാണാൻ പഠിക്കാനല്ല, നിങ്ങൾ ഇത് നോക്കുക, മനസ്സിലാക്കുക, പോവുക. ഓക്കെ, ഒപ്പാക്ക് ഒബ്ജക്ട്സ് ആണെങ്കിൽ അയാളെ എന്താണ് കമ്പൗണ്ടിങ് കളേഴ്സിനെ, മഞ്ഞയാണെന്നെങ്കിൽ മഞ്ഞനെ കടത്തിവിടും, അല്ല മഞ്ഞനെ റിഫ്ലക്ട് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ റെഡിനെയും ഗ്രീനെയും റിഫ്ലക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്പെറൻറ്റും സ്വന്തം ആളെയും അയാളെ കുടുംബക്കാരെയും, അതായത് മഞ്ഞ എന്താണ് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മഞ്ഞനെ കടത്തിവിടും, കൂടാതെ റെഡിനെയും ഗ്രീനെയും കടത്തിവിടും. ഓക്കെ, ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. മജന്ത പ്ലസ് ആരാണ്? മജന്ത പ്ലസ് ആരാണ് വൈറ്റ് ലൈറ്റ് കിട്ടുക? മജന്ത ആരൊക്കെയുള്ളത്? ബ്ലൂവും റെഡും. സോ നമുക്കിനി ഗ്രീനും കൂടി മതി. ഓക്കെ, ഗ്രീൻ, മജന്ത പ്ലസ് ഗ്രീൻ ഇസ് ഈക്വൽ ടു വൈറ്റ്. വൈറ്റ് ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ ദ മജന്ത ഫിൽട്ടർ. വൈറ്റ് ലൈറ്റ് മജന്ത ഫിൽട്ടർ കൂടെ പാസ് ചെയ്താൽ ആൾ ആരെ ബ്ലോക്ക് ചെയ്യും? അയാൾ ഗ്രീനിനെ ബ്ലോക്ക് ചെയ്യും. കാരണം മജന്തയിൽ ഗ്രീൻ ഇല്ല. ഓക്കെ, തൻ്റെ ആൾക്കാരെ മാത്രമേ കടത്തി വിടുള്ളൂ. സോ ഇപ്പോൾ ഉള്ളത് ആരൊക്കെയാണ്? വൈറ്റ് ലൈറ്റ് വരുന്നു, ഇത് മജന്ത ഫിൽട്ടർ ആണ്. ഇവിടെ ആരൊക്കെ ഉണ്ടാവും? ഇവിടെ റെഡ് ഉണ്ടാവും, ഗ്രീൻ ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മൾ ഇയാളെ പിടിച്ചിട്ട് യെല്ലോ ഫിൽട്ടർ കൂടെ പാസ് ചെയ്ത്, ഓക്കെ, ലൈറ്റ് പാസ് ത്രൂ ദ മജന്ത ഫിൽട്ടർ. ഓക്കെ, വൈറ്റ് ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ ദ സോറി ഗ്രീൻ ഉണ്ടാവില്ല, റൈറ്റ്, റെഡ് ഉണ്ടാവും, ബ്ലൂ ഉണ്ടാവും. ഓക്കെ, കാരണം അത് മജന്ത അല്ലേ, യെല്ലോ അല്ല. ഓക്കെ, സോ റെഡും ബ്ലൂവിനെയും കടത്തി വിടും മജന്ത ഫിൽട്ടർ. ഓക്കെ, ഇനി ഇവിടെ ഏത് ഫിൽട്ടർ ഉള്ളത്? ഇവിടെ യെല്ലോ ഫിൽട്ടറാണ് ഉള്ളത്. യെല്ലോൻ്റെ ആൾക്കാർ ആരൊക്കെയാ? റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഇതിൽ ബ്ലൂ ഉണ്ട്, ബ്ലൂവിനെ കടത്തി വിടില്ല, ബ്ലൂ അല്ല യെല്ലോൻ്റെ ആളല്ല. സോ റെഡിനെ മാത്രം കടത്തി വിടും. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു റെഡ് ഫിൽട്ടർ ഉണ്ട്. റെഡ് ഫിൽട്ടറിന് റെഡിനെ മാത്രമേ കടത്തിവിടാൻ കഴിയുള്ളൂ. സോ റെഡ് മാത്രമാണ് വരുന്നത്, സ്വാഭാവികമായിട്ടും റെഡ് മാത്രം കടന്നു പോകും. വിച്ച് കളർ ഓഫ് ദ ലൈറ്റ് വിൽ പാസ് ത്രൂ ദ മജന്ത ഫിൽട്ടർ? റെഡും ബ്ലൂ, വിച്ച് മീൻസ് മജന്ത. ഓക്കെ, ഇനി വിച്ച് കളർ വിൽ ഫോൾ ഓൺ ദ വൈറ്റ് വോൾ? അതായത് ലാസ്റ്റ് ഇവിടെ ഒരു വൈറ്റ് വോൾ വെക്കുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും ഇതിൽ പതിക്കുന്ന കളർ ഏതാണെന്നാ ചോദ്യം? റെഡ്. ഓക്കെ, സോ ആ ഫിൽട്ടർ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു സാധനം വെച്ചിട്ട് ഏത് ആൻസറും ചെയ്യാം. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ട്രാൻസ്പെറൻ്റ് ആണെന്നുണ്ടെങ്കിൽ അയാളെയും കമ്പൗണ്ട് കളേഴ്സിനെയും കടത്തിവിടും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. 2 ലോസ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഓക്കെ, നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ് അറൌണ്ട് ദ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഒരു കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. റൈറ്റ് ദ ലോ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ എന്താണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ കണ്ടുപിടിക്കാനുള്ള ലോ? ഫ്ലെമിങ്ങിന്റെ വലതുകൈ നിയമം. ഓക്കെ, മറ്റേത് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ഇടതുകൈ നിയമം, മറന്നു പോകരുത്. റൈറ്റ് 2 മെത്തേഡ്സ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. കറണ്ട് ഇൻക്രീസ് ചെയ്യാം, സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ശക്തി ഇൻക്രീസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം? കറണ്ട് കൂട്ടാം, കൂടാതെ നമ്പർ ഓഫ് കോയിൽസ് കൂട്ടാം. ഓക്കെ, അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് എന്തുള്ളത്? ഇങ്ങനെ കറങ്ങുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് കറങ്ങുന്നുണ്ടെങ്കിൽ എന്താ ചോദിച്ചാൽ എ ബി എസ് ഗിവൺ ഇൻ ദ ഫിഗർ ബേസ്ഡ് ഓൺ ദ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. എങ്ങനെയാ പോവാ? ഇങ്ങനെ എന്ന് ബിയിലോട്ട്. എന്നാലേ ഇതെങ്ങനെ വരുന്നത് 3D ആയിട്ട് ആലോചിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ. ഓക്കെ, സോ എന്ന് ബിയിലോട്ടാണ് നമ്മളെ കറണ്ട് പോകുന്നത്. കറണ്ട് ഡയറക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നിങ്ങളെ തറവായിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, മേലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. നമ്മൾ ഇനിയും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കെ. 2 magnets and a current carrying conductor A, B are placed on the top of the table as shown in the figure. Okay, ഇത് ടോപ്പ് ഓഫ് ദി ടേബിൾ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എ ബി. ഓക്കെ, നോർത്ത് നിന്ന് സൗത്തിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് പോവുക. എ ബി ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ദ കറണ്ട് ഫ്ലോ ത്രൂ ദ കണ്ടക്ടർ? കറണ്ട് ഡയറക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ടു മൂവ് ഇറ്റ് ഇൻ എ ഡയറക്ഷൻ അപ്വാർഡ് ഫ്രം ദ ടേബിൾ. ഓക്കെ, ഇതാണ് ടേബിൾ എന്ന് വിചാരിക്കുക നിങ്ങൾ. അപ്പോൾ അപ്വാർഡ് ഫ്രം ദ ടേബിൾ, ഇങ്ങോട്ട് ഫോഴ്സ് വരണം. ഓക്കെ, ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ളതാണ്
ബലം കണ്ടുപിടിക്കാനുള്ള നമ്മളെ ഇടതു കൈ നിയമമാണ്. ഇങ്ങോട്ടാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് നിന്ന് സൗത്തിലോട്ടാണ്, അങ്ങോട്ടാണ്. സോ എവിടുന്ന് എങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? താഴോട്ട്, എന്ന് ബിയിലോട്ട്. ഓക്കെ, ശ്രദ്ധിക്കണം. ഫോഴ്സ് നമുക്ക് പറഞ്ഞു ഇങ്ങോട്ടാണ് വരാനുള്ളത്. ഓക്കെ, ഇനിയോ നോർത്ത് നിന്ന് സൗത്തിലോട്ടാണ് നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ്, താഴോട്ടായിരിക്കും കറണ്ട്. നിങ്ങൾ അതൊന്ന് രണ്ട് പേരിൽ കറക്റ്റായിട്ട് പിടിച്ചാൽ മതി. ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആദ്യം പിടിക്കുക, എന്നിട്ട് കറക്റ്റായിട്ട് അങ്ങ് പിടിച്ചു കൊടുക്കുക. രണ്ട് സാധനങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഡയറക്ഷൻസ് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നുണ്ടാവും. മൂന്നാമത്തെ ആളെ നമുക്ക് താനങ്ങ് വന്നോളും. ഓക്കെ, ഇനി വിച്ച് റൂൾ ഹെൽപ്സ് യു ടു ഫൈൻഡ് ദ ആൻസർ? ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം. റൈറ്റ് എനി ടു ഡിവൈസസ് വിച്ച് വർക്ക് ഓൺ ദിസ് പ്രിൻസിപ്പൾ. നിങ്ങൾക്ക് അറിയുന്നതാണ് മോട്ടോറും ലൗഡ് സ്പീക്കറും. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കി, ഇതിന്റെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവ് ഇങ്ങനെ കറണ്ട് പോകുന്നത്. സോ എ ബി ഇവിടുന്ന് ഇങ്ങനെയാണ് കറണ്ട് പോകുന്നത്. ഓക്കെ, കാരണം ഇതിന്റെ ഡയറക്ഷൻ കറക്റ്റായിട്ട് കറണ്ട് ഡയറക്ട്ലി പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവിടെ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. ഇനി ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ശ്രദ്ധിക്കണം, ഇത് നോർത്ത് ആണ്. സോ ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് പോവുക, നോർത്ത് നിന്ന് സൗത്തിലോട്ടാണ് പോവുക. പക്ഷേ ഈ ഒരു കറണ്ട് കണ്ടക്ടർ കിടക്കുന്ന സ്ഥലത്തെ നോർത്ത് മുകളിൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് മുകളിലോട്ടാണ്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ പിടിക്കാം. ഓക്കെ, ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം. നിങ്ങൾ ബുക്കിൽ പിടിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് ആൻസർ കിട്ടും ടുവാർഡ്സ് ക്യൂ. ഓക്കെ, ക്യൂലോട്ടാണ് ആ ഫോഴ്സ് വരാം. വാട്ട് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ടു മൂവ് ദ കണ്ടക്ടർ എ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ? എ ബി ഇപ്പോൾ ക്യൂലോട്ടാണ് വരുന്നത്, പിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ബാറ്ററിൻ്റെ കണക്ഷൻ മാറ്റി കൊടുക്കുക. സ്വിച്ച് ദ പൊസിഷൻ ഓഫ് ബാറ്ററി ഓർ സ്വിച്ച് ദ പോൾസ് ഓഫ് ദ ബാറ്ററി, ഓർ എന്ത് ചെയ്യാം, either you have to change the direction of current or you have to change the direction of magnetic field lines. അതായത് ഒന്നെങ്കിൽ ഈ കാന്തം നിങ്ങൾ തിരിച്ചിടണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ബാറ്ററി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. എന്നാൽ മാത്രമേ അത് ഡയറക്ഷൻ മാറുള്ളൂ. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യല്ലേ. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്താൽ ക്യൂലോട്ട് തന്നെ വരും. ഓക്കെ, ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പാടുള്ളൂ. രണ്ടും ചെയ്താലേ എങ്ങോട്ടാണോ നേരത്തെ വന്നത് അങ്ങോട്ട് തന്നെ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നോർത്ത് സൗത്തിൻ്റെ സ്ഥിരം ക്വസ്റ്റ്യൻ എ ബി. ഓക്കെ, ചോദ്യം എന്താ? ഇഫ് യു ആർ മൂവിങ് ദ കണ്ടക്ടർ ഔട്ട്വേർഡ്സ്, അതായത് ഫോഴ്സ് പുറത്തോട്ടാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? മുകളിലോട്ട്. മാഗ്നറ്റിക് ഫീൽഡ് മുകളിലോട്ട്. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, ഫോഴ്സ് ഇങ്ങോട്ട്. സോ എന്ന് ബിയിലോട്ടാണ് ഡയറക്ഷൻ ഉണ്ടാവുക. ഓക്കെ, ഈസി. ഇതെല്ലാം നിങ്ങൾ മാഗ്നറ്റിക് ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, പുറത്തോട്ട്, പിന്നെയോ നമ്മളെ ഫോഴ്സ് പുറത്തോട്ട്, പിന്നെയോ പിന്നെ എന്താണെന്നുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മുകളിലോട്ട്, നോർത്ത് നിന്ന് സൗത്തിലോട്ട് ഞാൻ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കറണ്ട് ഡയറക്ഷൻ എ നിന്ന് ബിയിലോട്ട് കിട്ടും. ഇഫ് ആൻ ഇലക്ട്രിക് കറണ്ട് പാസസ് ഫ്രം എ ടു ബി ദെൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ കണ്ടക്ടർ വിൽ മൂവ്? പുറത്തോട്ട്. ഓക്കെ, ക്ലാസിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ടേബിൾ സ്യൂട്ടബിളി. ഓക്കെ, 4 സ്റ്റേറ്റ്മെന്റ്സ് എന്നിട്ട് ബാർ മാഗ്നറ്റും സോളിനോയിഡ് ക്യാരിങ് കണ്ടക്ടറും തമ്മിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിഫറൻസാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇതിലാകെ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ് ബാർ മാഗ്നറ്റ്? എന്താണ്? പെർമനന്റ് മാഗ്നറ്റ് ആണ്. ഇയാൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്ഷൻ സ്വിച്ച് ചെയ്യാനും പറ്റില്ല. ഓക്കെ, സോ പൊളാരിറ്റി ക്യാൻ ബി ചേഞ്ച് ആരാണ്? സോളിനോയിഡ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. കാരണം ഇയാളെ കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റിയാലേ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാറും. ദ മാഗ്നറ്റിസം ഈസ് പെർമനന്റ്, ബാർ മാഗ്നറ്റ് ആണ്. ദ മാഗ്നറ്റിസം ഈസ് ടെമ്പററി, സോളിനോയിഡ് ആണ്. ദ പൊളാരിറ്റി കനോട്ട് ബി ചേഞ്ച്ഡ്, ബാർ മാഗ്നറ്റ് ആണ്. ഓക്കെ, പെർമനന്റ് മാഗ്നറ്റ് ആണ് ഇയാൾ. ഓക്കെ, ഇനി ഇതിൽ ലൗഡ് സ്പീക്കർ ഉണ്ട്, നിങ്ങൾ മറന്നു പോകരുത്. ലൗഡ് സ്പീക്കർ അതിൻ്റെ പാർട്സ്. ഓക്കെ, ഈ ബി ഡയഫ്രം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആ പാർട്സ് കാണാതെ നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് പോയാൽ നിർബന്ധമാണ്. ഓക്കെ, പേപ്പർ ഡയഫ്രം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ്. സോഫ്റ്റ് ആൻഡ് ഷീൽഡിങ്, ഈ ഓക്കെ ഷീൽഡ് കൊടുത്തത്. ഓക്കെ, താഴെ സോഫ്റ്റ് ആൻഡ് ഷീൽഡിങ്, മുകളിലാണെന്നുണ്ടെങ്കിൽ ഡയഫ്രം. നിങ്ങൾക്ക് അറിയുന്നതാണ്. ലൗഡ് സ്പീക്കർ, പഴയ ലൗഡ് സ്പീക്കർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അടുത്ത് യെസ്, സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടോർ ഇസ് ഗിവൺ. ഓക്കെ, DC മോട്ടോർ തന്നിട്ടുണ്ട്. നമുക്കറിയാം സ്പ്ലിറ്റ് റിംഗ് ഉണ്ട്. ഓക്കെ, റിങ്സ് R1 R2 റിങ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, യെസ്, ഇതിലൊന്നുമില്ല ചോദിച്ചിട്ടുള്ളത്. ഇങ്ങോട്ട് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണ്, ഏത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ ഇയാൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ? നോർത്ത് നിന്ന് സൗത്തിലോട്ട്. ഓക്കെ, നമ്മൾ എ ബി നമുക്കറിയാം, ഒരാൾ താഴോട്ടാണെങ്കിൽ മറ്റൊരാൾ മേലോട്ടാണ്. അപ്പോൾ നമുക്ക് ഒരാൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. എ ബിയിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാം. എ ബി വേണമെങ്കിൽ സി ഡി വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അതിനനുസരിച്ച് നിങ്ങൾ കറണ്ട് ഡയറക്ഷൻ എടുത്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ എ ബിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എ ബിയിലെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഞാനത് അങ്ങോട്ട് പിടിച്ചു. ഓക്കെ, അങ്ങോട്ട് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. എനിക്ക് ഫോഴ്സ് കിട്ടുന്നത് താഴോട്ടാണ്. ഇതാണ് F. ഓക്കെ,
സോ എ ബി താഴോട്ട് സി ഡി സ്വാഭാവികമായിട്ട് മുകളിലോട്ടായിരിക്കും. ഇനി വെച്ചോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചോക്കാം. ഇങ്ങനെ വരാം. ഓക്കെ, നോർത്ത് സ്വാഭാവികമായിട്ട് മുകളിലോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ കറങ്ങാം, ഇവിടുന്ന് മുകളിലോട്ട് ഇവിടുന്ന് താഴോട്ട്. ഇത് ഏതാണ്? ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങൾ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ നിങ്ങൾ പറയണം. ഓക്കെ, ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ current carrying conductor, force experienced on a current carrying conductor in a magnetic field can be found out by Fleming's left hand rule. Okay, ഇനി തമ്പ് എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ നമ്മൾ ഇൻഡെക്സ് ഫിംഗർ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നമ്മളെ മിഡിൽ ഫിംഗർ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഫാദർ മദർ ചൈൽഡ്, ഫാദർ ഫോഴ്സ്, മദർ മാഗ്നറ്റിക് ഫീൽഡ്, സി ചൈൽഡ് കറണ്ട്. ഓക്കെ, ഫാദർ മദർ ചൈൽഡ്. ഇനി ഇലക്ട്രിക് എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ. ഓക്കെ, വൈദ്യുതിയുടെ ഉപയോഗവും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, വളരെ ഈസിയാണ്. ചാപ്റ്ററിൽ കുറച്ച് 1-2 ഇക്വേഷൻസ് പഠിക്കാണ്ട് നമുക്ക് അറിയുന്നതാണ് അല്ലേ, നമ്മൾ ഓൾറെഡി കാണാതെ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ന്യൂമറിക്കൽ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്, ചാപ്റ്ററാണ്. ദ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഡിവൈസ് ഡിസൈൻഡ് ടു വർക്ക് 230 volt ഈസ് 460 ohm. കാൽക്കുലേറ്റ് ദ കറണ്ട്. V തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്, I is equal to V by R. അതൊക്കെ ഒരു ക്വസ്റ്റൻ ആണോ? I is equal to V by R. 230 by 460, 1/2 ആൻസർ വരും. ഫൈൻഡ് ഔട്ട് ദ റിലേറ്റഡ് പവർ ഓഫ് ദ ഡിവൈസ്. P is equal to VI. എല്ലാ ആൻസർ ആയി. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഈ I നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. VI, V 230. കാൽക്കുലേറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഫോർ 10 minutes ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹീറ്റ് ആണെന്നുണ്ടെങ്കിൽ I² ആയിട്ട് ചെയ്യാം, V² by R × അതൊന്നും ആവശ്യമില്ല, പവർ ഇൻറ്റു ടൈം ചെയ്താൽ മതി. ഓക്കെ, പവർ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഇൻറ്റു ടൈം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പവർ ഇൻറ്റു 10 minutes എന്ന് പറയുമ്പോൾ 10 × 60 seconds വേണം. 10 minutes പറയുമ്പോൾ 600 seconds ആണ്. ഓക്കെ, സോ SI യൂണിറ്റിലോട്ട് മാറ്റാൻ മറക്കരുത്. അങ്ങനെ കുറേ ആൾക്കാരെ മാർക്ക് പോയതായിട്ടുണ്ട്. ഓക്കെ, 2024 SSLCക്ക് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ സോൾഡറിംഗ് അയൺ ഓഫ് റെസിസ്റ്റൻസ് 1250 ohm works with a supply 200 volt. Okay, find the power of the soldering iron. പവർ ആണ് ചോദിച്ചിട്ടുള്ളത്. V² by R ചെയ്യേണ്ടത്. R ഉണ്ട്, V ഉണ്ട്, P is equal to V² by R. ഏതൊക്കെയാണ് ഇക്വേഷൻ? H ഹീറ്റ് എനർജി കാണാനുള്ള അല്ലെങ്കിൽ കൂളോംസ് ജൂൾസ് ലോ പ്രകാരമുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണ്? I² RT, VIT, V² by R × T. ഇതിൽ നിന്നെല്ലാം T കളഞ്ഞാൽ പവറുമായി. ഓക്കെ, ഈസിയാണ് ക്വസ്റ്റ്യൻസ്. Calculate the amount of heat energy produced in 10 seconds. Again, എന്ത് ചെയ്യുക, പവർ ഇൻറ്റു 10, ടൈം തന്നിട്ടുണ്ട് 10 seconds. ഓക്കെ, ഈസിയാണ്. ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ. ഓക്കെ, കൂളോം പെർ സെക്കൻഡ്, Q by T. കൂളോം ഏതാ? കൂളോം Q. സെക്കൻഡ് ഏതാ? ടൈം. Q by T ഏതാ? കറണ്ട് യൂണിറ്റ് ഏതാ? ആംബിയർ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജൂൾ ഏതാ? ജൂൾ വർക്കാണ്. കൂളോം ഏതാ? ചാർജ്. വർക്ക് ബൈ ചാർജ്. ഇത് ഏതാ? വോൾട്ടേജ് ആണ്. ഓക്കെ, ദിസ് ഇസ് വോൾട്ടേജ്. വോൾട്ട് എന്ന് എഴുതാം. വോൾട്ടേജിന്റെ യൂണിറ്റ് ആണ് എഴുതേണ്ടത്, വോൾട്ട്. എ ഹീറ്റ് കോയിൽ ബിയറിംഗ് ലേബൽ 920 watt 230 volt is connected in a 230 volt supply. ഓക്കെ, സോ ഇത് നിങ്ങളെ പല ഇലക്ട്രോണിക് അപ്ലയൻസസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 230 volt കൊടുത്താൽ ഞാൻ 920 watt വർക്ക് ചെയ്യാം. ഓക്കെ, അതായത് എനിക്ക് 230 വോൾട്ടേജ് നിങ്ങൾ തന്നാൽ ഞാൻ മണിക്കൂറിൽ 920 വാട്ട് പവറിൽ വർക്ക് ചെയ്യാം. അതാണ് ഇതിന് ഇൻഡിക്കേഷൻ. ഇനി ഫൈൻഡ് ഔട്ട് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ ഹീറ്റർ. അഗെയിൻ ഇക്വേഷൻ P is equal to VI. ഓക്കെ, P is equal to P by V ചെയ്താൽ മതി. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ 5 minutes. അഗെയിൻ VIT, P into T. 5 minutes പറയുമ്പോൾ 5 × 60 ചെയ്യാം. ഹൗ ദ പവർ ഓഫ് ദ ഹീറ്റർ ക്യാൻ ബി ചേഞ്ച്ഡ് വിത്തൗട്ട് ആൾട്ടറിങ് ദ റെസിസ്റ്റൻസ്. എന്ത് ചെയ്യാം? വോൾട്ടേജ് മാറ്റം വരുത്താം. Vary the voltage. ഓക്കെ, വോൾട്ടേജ് കൂട്ടുക, വോൾട്ടേജ് കുറക്കാം, റെസിസ്റ്റൻസ് മാറ്റാതെ. ഇത് നിങ്ങൾ ലെറ്റ്സ് SSL ഒരു ക്വസ്റ്റൻ ആണ്, നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ചെയ്തേക്കണമെന്ന് എനിക്കറിയില്ല, നോക്കാം. ഓക്കെ, 2 ബൾബ് ഉണ്ട്. ഒരാൾക്ക് 40 watt ആണ്, ഒരാൾക്ക് 60 watt ആണ്. ഓക്കെ, രണ്ടാൾ എന്ത് ചെയ്യും? ഒരാൾ കൂടുതൽ പവറാണ്, ഒരാൾക്ക് കുറവ് പവറാണ്. ഓക്കെ, ഇനി ഒരാളെ പാരലലി കണക്ട് ചെയ്ത് ഒരാളെ സീരീസിൽ കണക്ട് ചെയ്ത്. പാരലലി കണക്ട് ചെയ്ത് സീരീസിലാണ്. നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ചിട്ടാണ് എന്താണ് പാരലൽ, എന്താണ് സീരീസ്. ഓക്കെ, പാരലൽ വോൾട്ടേജ് സെയിം ആണ്, സീരീസിലെ കറണ്ട് സെയിം ആണ്. ഇനി ചോദിച്ചിട്ടുള്ളത് ആർക്കാണ് കൂടുതൽ ബ്രൈറ്റ്നെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. 2 കേസിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ബ്രൈറ്റ്നെസ് പവറേ. ഓക്കെ, സോ പാരലലി കണക്ട് ചെയ്താൽ ഇവിടെ എന്താണ്? വോൾട്ടേജ് സെയിം ആണ്.
വോൾട്ടേജ് സെയിം. ഓക്കെ ഓക്കെ, ഇനിയോ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? പവർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? വോൾട്ടേജ് സെയിം ആണെങ്കിൽ V²/R. ഓക്കെ, ഇവിടെ വോൾട്ടേജ് സെയിം ആണ്. കൂടുതൽ റെസിസ്റ്റൻസ് ആർക്കുണ്ടോ അവിടെ പവർ കുറവായിരിക്കും. കൂടുതൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ വോൾട്ടേജിൻ്റെ പവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പവർ എന്തായിരിക്കും? കുറവായിരിക്കും. ഇവിടെ 40 വാട്ടിനാണോ 60 വാട്ടിനാണോ കൂടുതൽ റെസിസ്റ്റൻസ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 40 വാട്ടിനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സിമ്പിളാക്കി മനസ്സിലാക്കി വെക്കുക. പാരലലി കണക്ട് ചെയ്താൽ കൂടുതൽ ബ്രൈറ്റ്നെസ്സിൽ കത്താൻ പോകുന്നത് ഇയാളാണ്. ഓക്കെ, 60 വാട്ട്. ഓക്കെ, സീരീസിൽ കണക്ട് ചെയ്താൽ കേസ് നേരെ തിരിച്ചാണ്. ആരാ സെയിം? കറണ്ട് ആണ് സെയിം. ഓക്കെ, കറണ്ട് ആണ് സെയിം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ എഴുതണ്ടേ? P = I²R. ഓക്കെ, I ആണ് സെയിം. ആർക്കാണ് കൂടുതൽ റെസിസ്റ്റൻസ്? അവർ നന്നായിട്ട് ഗ്ലോ ചെയ്യും. ഓക്കെ, കൂടുതൽ റെസിസ്റ്റൻസ് ആർക്കാ? കുറഞ്ഞ പവർ ഉള്ള ആൾ. അപ്പോൾ ഇവിടെ ഇയാൾ നല്ലോണം ഗ്ലോ ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഇനി ഇതൊന്നും ആലോചിച്ചില്ല എന്നുണ്ടെങ്കിലും എക്സാമിന് നിങ്ങൾ ആലോചിക്കേണ്ടത് പാരലലി കണക്ട് ചെയ്താൽ ഹയർ പവർ ഉള്ള ആളെ നല്ലോണം ഗ്ലോ ചെയ്യും. സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ലോവർ പവർ ഉള്ള ആളെ നല്ലോണം ഗ്ലോ ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ്, EMI. ഓക്കെ, നമ്മളെ ഫാരഡേസ് ലോസ് ഒക്കെ പറയുന്നത് EMI. ഇതിൽ ഷുവർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ നമ്മളെ ജനറേറ്റർ, DC ജനറേറ്റർ, AC ജനറേറ്റർ, ഡിഫറൻസ് എന്തെങ്കിലുമൊക്കെ. ഓക്കെ, എല്ലാവർക്കും വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്കറിയാം ട്രാൻസ്ഫോമർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇക്വേഷൻ ഓർത്ത് വെക്കണം. NS/NP = VS/VP = IS/IP അല്ലാത്ത IP/IS ആണ്. മറന്നു പോകരുത്. ഓക്കെ, സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടിയാൽ പ്രൈമറിയിലാണ് കറണ്ട് കൂടുക. സെക്കൻഡറിയിൽ കറണ്ട് കുറയും. വോൾട്ടേജും കറണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. V = IR ആണ്. ഓക്കെ, സോ വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കുറയും. ഓക്കെ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. Which coil of this transformer is made using thick wire? Give reason. ഓക്കെ, ഇത് ആദ്യം സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ നോക്കണം. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂട്ടുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, വോൾട്ടേജ് കൂടുക, സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് കോയിൽസ് കൂടുതലായിരിക്കും. 100 turns in the primary and 1000 turns in the secondary, which means this is step up. This is step up transformer ആണ്. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണിത്. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൽ തിക്ക് വയർ എവിടെയാണുള്ളത്? നമ്പർ ഓഫ് കോയിൽസ് കുറവുള്ള എവിടെയാണോ അവിടെയാണ് തിക്ക് വയർ ഉണ്ടാവുക. കാരണം എന്താണ്? അവിടെയാണ് വോൾട്ടേജ് കുറവുള്ളത്, അവിടെയാണ് കറണ്ട് കൂടുതലുള്ളത്. ഓക്കെ, സോ കറണ്ട് കൂടുതലുണ്ടാവുമ്പോൾ എന്താണ്? തിക്നെസ് കൂട്ടിയാൽ അവിടെ റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. തിക്നെസ് കൂടുതൽ ഉണ്ടാവല്ലേ പ്രൈമറി കോയിലാണ്. കാരണം ഇത് സ്റ്റെപ്പ് അപ്പ് ആണ്. സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ആള് എന്താണ്? കൂടുതൽ നമ്പർ ഓഫ് കോയിൽസ് ആണ്, അവിടെയാണ് കൂടുതൽ വോൾട്ടേജ് ഉള്ളത്. നമ്പർ ഓഫ് കോയിൽസും വോൾട്ടേജും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വോൾട്ടേജും കറണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, കറണ്ടും നമ്പർ ഓഫ് കോയിൽസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നിങ്ങൾ അതൊന്നും ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, എക്സ്പ്ലെയിൻ ഹൗ ഇലക്ട്രിക്കൽ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ പ്രൈമറി ടു ദ സെക്കൻഡറി ഓഫ് ദ ട്രാൻസ്ഫോമർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ്. ട്രാൻസ്ഫോമറിന് ഈ ഒരു ക്വസ്റ്റൻ ചോദിക്കും. മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, നിങ്ങൾ പ്രൈമറിയിൽ കറണ്ട് കൊടുക്കുമ്പോൾ പ്രൈമറിയിലെ മാഗ്നറ്റിക് ഫീൽഡും സെക്കൻഡറിയിലെ മാഗ്നറ്റിക് ഫീൽഡിൽ വേരിയേഷൻ വരും. അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ഷൻ അതങ്ങ് ഡിസ്ക്രൈബ് ചെയ്ത്. ഹൗ ലോങ് ഡോസ് ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് ഓഫ് പവർ 500 watt വർക്ക് ടു കൺസ്യൂം 1 unit ഓഫ് ഇലക്ട്രിക്കൽ എനർജി? 1 unit ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ 1 kWh ആണ്. ഓക്കെ, 1 kW എന്ന് പറഞ്ഞാൽ 1000 watt ആണ്. 1000 watt. ഇവിടെ എത്രയുള്ളത്? 500 watt. 1000 വാട്ടിൽ 1 hour വർക്ക് ചെയ്താലാണ് എന്തുണ്ടാവുക? 1 kWh ഉണ്ടാവുക. ഓക്കെ, സോ 500 വാട്ടുള്ള ഒരു ആള് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് അപ്ലയൻസ് 2 hour വർക്ക് ചെയ്താൽ മാത്രമേ 1 kWh ഉണ്ടാവുള്ളൂ. 1000 വാട്ടുള്ള ഒരാൾ 1 hour വർക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 500 വാട്ടുള്ള ഒരാൾ 2 hour വർക്ക് ചെയ്യണം. 2 hour ആണ് ഹവേഴ്സ്. ഓക്കെ, kWh. യൂണിറ്റ് ഓഫ് എനർജി, ഇമോഷണൽ യൂണിറ്റ് ഓഫ് എന്താണ് ഇലക്ട്രിസിറ്റി ഒക്കെ kWh ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ അഗെയിൻ ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ നമ്മളെ ജനറേറ്ററോ. ഓക്കെ, ഇത് DC ജനറേറ്റർ ആണ് നമുക്കറിയാം. അനലൈസ് ദ ഫോളോയിങ് സ്കീമാറ്റിക് ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ്. നെയിം ദ ഡിവൈസ്. DC ജനറേറ്റർ.
വിച്ച് ആർ ദ മെയിൻ പാർട്സ് ഓഫ് ദി ഡിവൈസ്? ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, നമ്മളെ ബ്രഷ്, സ്പ്ലിറ്റ് റിങ്സ്, മറന്നുപോലെ സ്പ്ലിറ്റ് റിങ്സ്. ഇല്ലുസ്ട്രേറ്റ് ദ ഗ്രാഫ് റെപ്രസെന്റ് ഓഫ് ദ ഔട്ട്പുട്ട് വെൻ ദ ഫീൽഡ് മാഗ്നറ്റ് ഈസ് റൊട്ടേറ്റഡ് കീപ്പിംഗ് ദ ആർമേച്ചർ സ്റ്റേഷനറി. ആർമേച്ചർ സ്റ്റേഷനറി ആയിട്ട് നമ്മൾ ഫീൽഡ് മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്താൽ നിങ്ങൾ ഡി സി കറണ്ട് വരച്ച് വെച്ചാൽ തെറ്റിപ്പോവും. നിങ്ങൾ വരക്കേണ്ടത് എ സി കറണ്ട് ആണേ. ഓക്കെ, ഇത് ഡി സി ജനറേറ്റർ ആയിരിക്കാം, പക്ഷേ ഡി സി ജനറേറ്ററിൽ ഡി സി കറണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആർമേച്ചറാണ് കറക്കേണ്ടത്. ഡി സി ജനറേറ്ററിൽ ആർമേച്ചർ പിടിച്ച് കറക്കിയാൽ ഈ സ്പ്ലിറ്ററിങ്ങും നമ്മൾ നമ്മളെ ബ്രഷ് തമ്മിലുള്ള കണക്ഷൻ മാറൂല. അതാണ് എ സിനെ ഡി സി ആക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഫീൽഡ് മാഗ്നറ്റ്സ് ഡി സി ജനറേറ്റർ ആണെങ്കിലും ഫീൽഡ് മാഗ്നറ്റ്സ് പിടിച്ച് കറക്കിയാൽ എ സി ആണ് കിട്ടാൻ പോകുന്നത്, മറന്നു പോരുത്. ഇനി ഡി സി ജനറേറ്ററിലെ ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറണ്ട് ഏതാണെന്ന് ചോദിക്കും, അതും ഡി സി തന്നെ, സോറി എ സി തന്നെ. ഓക്കെ, ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് എ സി ആണ്. ഇത് ഡി സി ആയിട്ട് മാറുന്നത് ഈ കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴാണ്. ആലോചിച്ച് വെച്ച് നോക്കാം. ഓക്കെ, ഡയറക്ട്ലി എന്താണ് ആർമേച്ചർ കറക്കി ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് ഏതാണെന്ന് ചോദിച്ചാൽ മാത്രമേ നമ്മൾ ഡി സി ആയിട്ടുള്ള ഇയാളെ വരക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇത് മുന്നേ മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നു, കൊള്ളാർക്കാൾ തെറ്റിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോമർ വിത്തൗട്ട് പവർ ലോസ്. അഗെയിൻ നമ്മളെ ആര് ന്യൂമറിക്കൽ. ഓക്കെ, ന്യൂമറിക്കൽ. ഓക്കെ, യെസ്, വിത്തൗട്ട് പവർ ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട, പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ എന്താണ്, എന്താ നിങ്ങൾ എഴുതണ്ടേ, വി പി ഐ പി ഇസ് ഈക്വൽ ടു വി എസ് ഐ എസ് ആണെന്ന് പറയുന്നതാണ്. ഓക്കെ, കറണ്ട് ഓഫ് 1 ആംപിയർ ഫ്ലോസ് ത്രൂ ദ സെക്കൻഡറി കോയിൽ. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്, സെക്കൻഡറി കോയിൽ ഐ എസ് എത്ര എന്നുണ്ട്, ഐ എസ് ഇസ് ഈക്വൽ ടു 1 ആംപിയർ എന്നുണ്ട്. ഓക്കെ, 1 ആംപിയർ എന്നുണ്ട്. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്, when an electric device of power 50 watt is connected to the secondary. Okay, എന്ന് വെച്ചാൽ വി എസ് ഇൻറ്റു ഐ എസ് ഇസ് ഈക്വൽ ടു 50 വാട്ട്. സെക്കൻഡറിയിലെ പവർ എത്രയെന്ന് തന്നിട്ടുണ്ട്, 50 വാട്ട്. വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിന് നമുക്ക് എന്താ അറിയാം, ഇൻപുട്ട് ഓഫ് 250 വാട്ട്. ഓക്കെ, പ്രൈമറിയിലെ വോൾട്ടേജ് നമുക്കറിയാം, വി പി ഇസ് ഈക്വൽ ടു 250 വോട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് സെക്കൻഡറിയിലെ വോൾട്ടേജ് കിട്ടും, കാരണം നമുക്ക് സെക്കൻഡറിയിലെ കറണ്ട് അറിയാം, വി എസ് ഇൻറ്റു ഐ എസ് വിച്ച് ഇസ് ഈക്വൽ ടു 1 ഇസ് ഈക്വൽ ടു 50 തന്നിട്ടുണ്ട്. സോ വി എസ് ഇസ് ഈക്വൽ ടു 50/1 വിച്ച് മീൻസ് വി എസ് ഇസ് ഈക്വൽ ടു 50 വോൾട്ട്. ഓക്കെ, സോ 250 വോൾട്ടിനെ പിടിച്ചിട്ട് സെക്കൻഡറിയിൽ 50 വോൾട്ട് ആക്കുന്ന ആരാണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഓക്കെ, വോൾട്ടേജ് കുറക്കുന്ന ആരാണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഓക്കെ, സോ വി എസ് ഐ, ഐ എസ് ഐ, വി പി ഐ, നമുക്ക് വേണമെങ്കിൽ ഐ പി കണ്ടുപിടിക്കാം, എവിടെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനിയോ, വാട്ട് ഇസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ, മ്യൂച്വൽ ഇൻഡക്ഷൻ, കാൽക്കുലേറ്റ് ദ കറണ്ട് ത്രൂ ദ പ്രൈമറി. ഐ പി എങ്ങനെ കണ്ടുപിടിക്കാം, ഐ പി ബൈ ഐ എസ് ഇസ് ഈക്വൽ ടു വി എസ് ബൈ വി പി. വി എസ് അറിയാം, വി പി അറിയാം, ഐ എസ് അറിയാം, ഐ പി മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാവുള്ളൂ. ഓക്കെ, വളരെ ഈസിയാണ്. അടുത്ത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അസോസിയേറ്റ് വിത്ത് ദ കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ആൻ ആർമേച്ചർ ഓഫ് ഡി സി ജനറേറ്റർ when it works. ഞാൻ പറഞ്ഞു ഡി സി ജനറേറ്റർ ആയിക്കോട്ടെ, എ സി ജനറേറ്റർ ആയിക്കോട്ടെ, ആർമേച്ചർ ഉണ്ടാവുന്ന കറണ്ട് എ സി ആണ്. അത് ഡി സി ആവുന്നത് സ്പ്ലിറ്ററിങ്ങും ബ്രഷും തമ്മിലുള്ള കണക്ഷൻ മാറി വരുമ്പോഴാണ്. സോ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ മാറുന്ന നമ്മളെ എ സി കറണ്ടാണ് ആർമേച്ചറിൽ ഉണ്ടാവുന്നത്. ആർമേച്ചറിലാണ് ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തത് സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് സ്റ്റെപ്പ് ഡൗൺ. നമ്പർ ഓഫ് കോയിൽസ് നോക്കുക, സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ. നമ്പർ ഓഫ് കോയിൽസ് കുറയുന്നുണ്ട്, സോ ദാറ്റ് ഈസ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഓക്കെ, ഇനി write down the working principle, mutual induction. Thicker coils are used in the secondary of this device. Why? Thicker coil അവിടെയാണ് കറണ്ട് കൂടുതലുള്ളത്. സ്റ്റെപ്പ് ഡൗൺ ആണ്, വോൾട്ടേജ് സെക്കൻഡറി കോയിലിൽ കുറവാണ്, വിച്ച് മീൻസ് സെക്കൻഡറി കോയിലിൽ കറണ്ട് ഹയർ ആണ്. സോ കറണ്ട് നന്നായിട്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കുറയണം, അവിടെ നന്നായിട്ട് തിക്നെസ് വേണം. ഈസി ക്വസ്റ്റ്യൻ, അതാണ് ഈസിയാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ ഇതുപോലത്തെ 2 or 3 ക്വസ്റ്റ്യൻ ഇന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എം സി ബി, ഇ എൽ സി ബി എന്തൊക്കെയാണ്, എം സി ബി, ഇ എൽ സി ബി, അതിൻ്റെ അഡ്വാൻറ്റേജസ്, കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കൊടുക്കണം. ഓക്കെ, സർക്യൂട്ട് ബ്രേക്കേഴ്സ്, ഫ്യൂസിൻ്റെ പകരം എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നതോ. ഓക്കെ, ഇത് മെൽറ്റ് ചെയ്താലേ പിന്നെയും നമുക്ക് ഡ്രിപ്പ് ചെയ്താൽ പിന്നെ യൂസ് ചെയ്യാം. ഓക്കെ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫംഗ്ഷനിങ് ഓഫ് ഫ്യൂസ് ആൻഡ് എം സി ബി, വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജ് ഓഫ് എം സി ബി ഓവർ ഫ്യൂസ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ഇ എൽ സി ബി, ആർ സി സി ബി ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്സ്. ഓക്കെ, ഇനി നമ്മളെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ. ഓക്കെ, സോ ഈ പാട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ജസ്റ്റ് വായിച്ചിട്ട് പോകണം ആ പാട്ട്. ഓക്കെ, ഇതും പിന്നെ എന്ത് ചെയ്യണേ, നമ്മളെ എവിടേക്കാണ് സ്റ്റെപ്പ് അപ്പ്, എവിടേക്കാണ് സ്റ്റെപ്പ് ഡൗൺ യൂസ് ചെയ്യുന്നത്, ആ പാട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,
നമുക്കറിയാം നമ്മളെ പവർ സ്റ്റേഷൻ അടുത്ത് മാത്രമേ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും എന്താണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആ പിക്ചേഴ്സ് ലാസ്റ്റിലുള്ള MCB ELCB കുറച്ച് റീഡിങ്സ് ഉണ്ട്, അത് നിങ്ങൾ വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ELCB എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഓക്കെ, ലീക്കേജ് ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ELCB ചില സമയത്ത് പ്രിഫർ ചെയ്യുന്നത്, ഓക്കെ, എർത്ത് ലീക്കേജ്, സർക്യൂട്ട് ബ്രേക്കർ, ഓക്കെ. ഇനി നമ്മളെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ. ഓക്കെ, ഇത് വളരെ ഈസി ആയുള്ള ചാപ്റ്ററാണ്, പക്ഷേ ചിലവിൽ എന്താണ് ലാസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് കുറച്ച് ഉഴപ്പിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോകുന്നതിന് ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഓക്കെ, ഒരു ചാപ്റ്ററൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കില്ല, നിങ്ങൾ ഉഴപ്പിയോ ഇല്ല എന്നുള്ളത് മാറ്റർ അല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് നമ്മളെ എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷൻ, ലോഡ് ബൈ എഫേർട്ട്. ഓക്കെ, നമുക്ക് ഒരു 50 ന്യൂട്ടനുള്ള ഒരു ഒബ്ജക്റ്റിനെ 10 ന്യൂട്ടൺ വെച്ചിട്ട് ഉയർത്താൻ പറ്റിയാൽ ലോഡ് ബൈ എഫേർട്ട് എത്രയാണ്? ലോഡ് 50 ന്യൂട്ടൺ, എഫേർട്ട് 10 ന്യൂട്ടൺ. സോ ലോഡ് ബൈ എഫേർട്ട് 50/10 5. ഓക്കെ, അതായത് 5 ഇരട്ടിയുള്ള ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഉയർത്താം. ഓക്കെ, 10 ന്യൂട്ടൺ കൊടുത്താൽ 5 ഇരട്ടി വെയിറ്റുള്ള ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഉയർത്താം. അതാണ് ആ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇസ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട്, അല്ലെങ്കിൽ എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം എന്നൊക്കെ ലിവറിൻ്റെ കേസ് നമ്മൾ പറയും. ഓക്കെ, ഇനി ലിവേഴ്സിൽ 3 ടൈപ്പ് ഓഫ് ലിവേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ. ഫസ്റ്റ് ഓർഡർ ലിവർ ആണെങ്കിൽ എഫേർട്ടിനും ലോഡിനും ഇടയിൽ ഫൽക്രം. സെക്കൻഡ് ഓർഡർ ലിവർ ആണെങ്കിൽ എഫേർട്ടിനും ഫൽക്രത്തിനും ഇടയിൽ ലോഡ്. തേർഡ് ഓർഡർ ലിവർ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് എവിടെയാണ്? സെൻറ്ററിൽ. അങ്ങനെ ആലോചിച്ചാൽ മതി. തേർഡ് ഓർഡർ ലിവറിൽ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് സെൻറ്ററിൽ. എക്സാമ്പിൾസ് ഒക്കെ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഈസി ആയിട്ട് കിട്ടും. ഫോർസെപ്സ്. ഓക്കെ, ഫോർസെപ്സ്. ഇനിയോ നമ്മൾ ഈ ഞാരങ്ങ ഞെക്കി പാക്ക് വെട്ടി എന്നൊക്കെ മലയാളത്തിൽ പറയും. ഓക്കെ, ഇതിൻ്റെ കേസിലൊക്കെ എന്താണ്? സെക്കൻഡ് ഓർഡർ ലിവറാണ്. നമ്മളൊരു അറ്റത്താണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നത്? നമ്മളെ ഒരറ്റത്ത് നമ്മൾ എഫേർട്ട് കൊടുക്കും. ലോഡ് വരുന്നത് ഇതിൻ്റെ ഇവിടെ വരുന്നത് എഫേർട്ട് വരുന്നത് സെൻറ്ററിലാണ്. ഓക്കെ, ലോഡ് വരുന്നത് സെൻറ്ററിലാണ്, എഫേർട്ട് നമ്മളൊരു അറ്റത്ത് കൊടുക്കും. ഓക്കെ, സോ ആ 3 പിക്ചർ നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചിട്ട് പോകാം. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ വീണ്ടും കൺഫ്യൂഷൻ ആവും, നിങ്ങളിതൊന്ന് ആലോചിച്ച് വെച്ചിട്ട് പോകാം. ഓക്കെ, ഫൽക്രം സെൻറ്ററിൽ, ലോഡ് സെൻറ്ററിൽ, എഫേർട്ട് സെൻറ്ററിൽ. എക്സാമ്പിൾസ് ആലോചിച്ച് വെച്ചാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ഇതിന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് പുതിയ ചാപ്റ്റർ ആണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദി ഇമേജ് ഷോസ് എ നെയിൽ ബീങ് പുൾഡ് ഔട്ട് യൂസിങ് എ നെയിൽ പുള്ളർ. വിച്ച് ടൈപ്പ് ഓഫ് ലിവർ ഇസ് നെയിൽ പുള്ളർ? ഏത് ലിവറാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ നോക്കേണ്ടത് ഇതിൻ്റെ ഫൽക്രം എവിടെയാണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ഇവിടെയാണ്, ഫൽക്രം ഇവിടെയാണ്. ഓക്കെ, ഫൽക്രം ഇവിടെയാണ് ഇതിൻ്റെ ലോഡ് വരുന്നത്. ഓക്കെ, സോ ഫൽക്രം ലോഡിന് എഫേർട്ടിന് ഇടയിൽ ഇതേതാ? ഫസ്റ്റ് ഓർഡർ ലിവർ. ഓക്കെ, ഇനി a force of 50 Newton had to be applied to pull out the nail. If the mechanical advantage of the nail puller is 5, what was the force experienced by the nail? Okay, നമ്മൾ എന്ത് ചെയ്യുന്നത്? 50 ന്യൂട്ടൺ നമ്മൾ കൊടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് എഫേർട്ട്. ഓക്കെ, എഫേർട്ട് എത്ര തന്നിട്ടുണ്ട്? 50 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്. ഇനിയോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് തന്നിട്ടുണ്ട് 5 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് മീൻസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ നെയിൽ? ഓക്കെ, എന്ന് വെച്ചാൽ ലോഡാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ലോഡ് ബൈ എഫേർട്ട് ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ലോഡ് നമുക്കറിയില്ല. സോ എഫേർട്ട് 5 ഇൻറ്റു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 50 ഇൻറ്റു 5. ഓക്കെ, അല്ലെങ്കിൽ 5 ഇൻറ്റു 50, ആൻസർ എത്ര വരും? 250 ന്യൂട്ടൺ. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ ലോജിക്കൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം. 50 ന്യൂട്ടൺ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 5 എന്ന് പറഞ്ഞാൽ നമുക്ക് 50 ന്യൂട്ടൺ കൊടുത്താൽ നമുക്ക് 5 ഇരട്ടി ലാഭം എന്ന് പറഞ്ഞാൽ 50 ന്യൂട്ടൺ കൊടുത്താൽ 250 ന്യൂട്ടൺ കിട്ടും. ഇനി 5 ന്യൂട്ടൺ കൊടുത്താൽ 25 ന്യൂട്ടൺ കിട്ടും. 10 ന്യൂട്ടൺ കൊടുത്താൽ 50 ന്യൂട്ടൺ കിട്ടും. അതാണ് ആ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, എഫേർട്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ലോഡായിട്ട് വരാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജസ്. എത്രയാണ് ആ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളതാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കുറച്ച് സിമ്പിൾ മെഷീൻസിൻ്റെ എന്താണ് നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജസ്. ലോഡ് ബൈ എഫേർട്ട് ഡയറക്ട്ലി ലോഡ് ബൈ എഫേർട്ട് ഇതല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഇൻക്ലൈൻഡ് ലെങ്ത് എടുക്കണം. ഓക്കെ, ഇൻക്ലൈൻഡ് ലെങ്ത് ഡിവൈഡ് ബൈ ഹൈറ്റ് എടുക്കണം. L/H. ഹയർ ആയിരിക്കുമല്ലോ ലെങ്ത്, ഈ ഇൻക്ലൈൻഡ് ലൈന് ഹയർ ആയിരിക്കുമല്ലോ. നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ,
നിങ്ങൾക്ക് എക്സാമിന് ഡൗട്ട് വരാണ് H/L ആണോ L/H ആണോ? നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ്? മെക്കാനിക്കലി നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടണം. അപ്പോൾ L വലിയ ആളായിരിക്കും മുകളിൽ, സിമ്പിൾ. ഓക്കെ, L/H. ഓക്കെ, ഇനി 1200 kilogram weight load is lifted to top of a 3-meter high building using a 9-meter long inclined plane. How much force is required to lift this load along the inclined plane? Okay. H തന്നിട്ടുണ്ട്, H എത്രയാ? 3 meter. L തന്നിട്ടുണ്ട് 9 meter. ഓക്കെ, പിന്നെയോ L/H മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. L/H എത്രയാ? L/H is equal to 9/3 which is equal to 3. ഓക്കെ, അപ്പോൾ നമ്മൾ 1 ന്യൂട്ടൺ കൊടുത്താൽ നമുക്ക് 3 ന്യൂട്ടൺ എന്താണ് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, 3 ന്യൂട്ടൺ വരെയുള്ള ഫോഴ്സ് നമുക്ക് കിട്ടും അവിടെ. ഇപ്പോൾ 1200 kilogram weight load is lifted എന്ന് പറഞ്ഞാൽ 1200 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാളെ നമ്മൾ ഏതാണ് അത്? ലോഡാണ് അല്ലേ? ലോഡ് ബൈ എഫേർട്ട് ആണ് 3 എന്ന് പറഞ്ഞിട്ടുള്ളത്, വിച്ച് ഈസ് ഈക്വൽ ടു 1200 ഡിവൈഡഡ് ബൈ എഫേർട്ട്. സോ എഫേർട്ട് ഈസ് ഈക്വൽ ടു 1200 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, 400 ന്യൂട്ടൺ. മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതെന്താ പറഞ്ഞത്? 1200 വെയിറ്റ് ഉള്ള കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം വെയിറ്റ് ന്യൂട്ടനൊക്കെ സെയിം ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തേ? കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് കൺവേർട്ട് ചെയ്യേണ്ട. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഫോഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനത്തെ കേസിൽ G ബ്രാക്കറ്റിലൊക്കെ തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവേണ്ട. കിലോഗ്രാം എന്നാണ് തന്നിട്ടുണ്ടെങ്കിൽ ഇൻറ്റു G ചെയ്യണം, എന്നാലേ ഫോഴ്സ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ദാറ്റ് ഈസ് ന്യൂട്ടൺ ഇറ്റ് സെൽഫ്. ഓക്കെ, ന്യൂട്ടൻ്റെ മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ വേറൊരു യൂണിറ്റ് ആയിട്ട് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നതാണ് കിലോഗ്രാം വെയിറ്റ്. ഓക്കെ, രണ്ടും ഒരേപോലെയാണ്. ഓക്കെ, ഇനി 1200 കിലോഗ്രാം വെയിറ്റ് ഉള്ള 1200 ന്യൂട്ടനുള്ള ഒരാളെ നമ്മൾ ഉയർത്താണ്. നമ്മുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമ്മൾ ഓൾറെഡി കണ്ടെത്തി 3 ആണ്. അപ്പോൾ നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കണം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 400 ന്യൂട്ടൺ കൊടുത്താൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 3 ആണെന്നുണ്ടെങ്കിൽ 3 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. 400 3 ഇരട്ടി എത്ര? 1200. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ചാലോചിക്കുക, 1200-നെ 3 മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഉള്ള ഒരാൾ വെച്ചിട്ട് നമ്മൾ ഉയർത്തണമെങ്കിൽ 3-1 ഫോഴ്സ് മതി. 1200-ന്റെ 3-1 എത്രയാണ്? 400. എങ്ങനെ ആലോചിക്കുക? നിങ്ങൾക്ക് ഇക്വേഷൻ ഇടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ തെറ്റിക്കാൻ പാടില്ലാത്ത ലോഡ് ബൈ എഫേർട്ട് ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഓക്കെ, L/H ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഓക്കെ, അതൊന്നും മറന്നു പോരുത്. പ്രൂവ് ദാറ്റ് ദർ ഈസ് നോ ഗെയിൻ ഇൻ വർക്ക് യൂസിങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഡ്യൂറിങ് ദിസ് പ്രോസസ്. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഉടനീളം കാണാം. ഓക്കെ, വർക്ക് ഗെയിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വർക്ക് ഗെയിൻഡ് അല്ല. ഓക്കെ, വർക്ക് ഗെയിൻഡ് നമുക്ക് എന്തില്ല, ഇതിൽ വർക്ക് എങ്ങനെ കൂട്ടിയാലും നിങ്ങൾക്ക് സെയിം ആണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, സെയിം വർക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ എഫേർട്ട് എത്രയാണ് കൊടുത്തേ? 400 ന്യൂട്ടൺ. സോ നമുക്ക് എഫേർട്ടിൻ്റെ ഒരു വർക്ക് നോക്കാം. എഫേർട്ട് 400 ന്യൂട്ടൺ. F.S ആണ് അല്ലേ? F/S ആണ് നമ്മളെ വർക്ക്. എസ് നമ്മൾ ഈ 400 ന്യൂട്ടനെ എവിടെ കൊടുക്കുന്നത്? ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ലെങ്ത് എത്രയാ? 9 മീറ്റർ. 9 മീറ്റർ. ഓക്കെ, സോ 4 × 9 എത്രയാ? 3600. ഓക്കെ, ജൂൾ. ഇതന്നെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്താൽ കിട്ടാൻ പോകുന്നത്? W2 ചെയ്താൽ, mgh ചെയ്താൽ കിട്ടാൻ പോകുന്നത്. mg എത്രയാ? mg എന്ന് പറഞ്ഞാൽ 1200 തന്നെ. ഓക്കെ, ഇനി ഇതിൽ വേറെ G ആഡ് ചെയ്യണ്ട. h എത്രയാ? h3. ഓക്കെ, സോ 1200 × 3 3600 ജൂൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ നേരെ ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ താഴെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, mgh. ആ പൊട്ടൻഷ്യൽ എനർജി 0 ഉള്ള പൊട്ടൻഷ്യൽ എനർജി mgh ആക്കണം. എന്ന് വെച്ചാൽ mg വെയിറ്റ് തന്നെയാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. m കിലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കിലോഗ്രാം വെയിറ്റോ ന്യൂട്രൺ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യണ്ട, ഇൻറ്റു h ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്ന വർക്ക്, ഇതാണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്ന വർക്ക്. ഓക്കെ, നമ്മൾ അതിന് പകരം എന്ത് ചെയ്തോ? 400 ന്യൂട്ടൺ വർക്ക് കുറേ സ്ഥലത്ത് അങ്ങ് അപ്ലൈ ചെയ്തു. സോ നമുക്ക് കൊടുക്കേണ്ട ഫോഴ്സ് കുറഞ്ഞു, പക്ഷേ വർക്ക് എന്ത് ചെയ്തില്ല? വർക്ക് കുറഞ്ഞിട്ടില്ല. വർക്ക് ഗെയിൻഡ് ഈസ് സെയിം. ദർ ഇസ് നോ വർക്ക് ഗെയിൻ. ഓക്കെ, വർക്കിൽ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ട വർക്ക് നിങ്ങൾ ചെയ്യണം, പക്ഷെ അത് ഇവിടെ എന്താണ്? കുറച്ച് ഫോഴ്സ് മതി. ഓക്കെ, എക്സാമിന് തലേന്ന് ഇരുന്നിട്ട് കുറേ പഠിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നല്ല ഫോഴ്സ് കൊടുക്കണം. ഓക്കെ, കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല ഫോഴ്സ് കൊടുക്കണം. ഇവിടെ ആകുമ്പോൾ കുറേ സമയമുണ്ട്, അല്ലെങ്കിൽ കുറേ ലെങ്ത് ഉണ്ട്, കുറഞ്ഞ ഫോഴ്സ് കൊടുത്താൽ മതി. ഓക്കെ, വർക്ക് ഗെയിൻഡ് ഈസ് സെയിം. ക്ലിയർ ആണെന്ന് വെച്ചാൽ
അടുത്ത ക്വസ്റ്റ്യൻ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് സ്ക്രൂ L/H. ഓക്കെ, L/H അഗെയിൻ L/H. ഇതൊരു ഇൻക്ലൈൻ പ്ലെയിന്, കൈൻഡ് ഓഫ് ഇൻക്ലൈൻ പ്ലെയിൻ ആണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, എങ്ങനെയാണ് ഇത് ഇൻക്ലൈൻ പ്ലെയിൻ ആവുന്നതെന്നെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ അതിന് സമയമില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കുക, സ്ക്രൂ ആണെന്നുണ്ടെങ്കിലും ഇൻക്ലൈൻ പ്ലെയിൻ ആണെന്നെങ്കിലും മെക്കാനിക്കൽ അഡ്വാൻറ്റേജസ് L/H. ഓക്കെ, വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്, ലെങ്ത് ഓഫ് ദ ത്രെഡ് ഡിവൈഡ് ബൈ പിച്ച്. എന്താണ് പിച്ച്? പിച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് ത്രെഡിനിടയിലുള്ള ഡിസ്റ്റൻസ്. ത്രെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ കൂർത്ത സ്ക്രൂവിൻ്റെ കൂർത്ത രണ്ട് ആ ഭാഗങ്ങളിൽ. ഓക്കെ, അപ്പോൾ രണ്ട് ത്രെഡിൻ്റെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസ് നമ്മൾ പിച്ച് എന്ന് പറയാം. ഓക്കെ, സോ പിച്ച്, ലെങ്ത് ഓഫ് വൺ ത്രെഡ് ഡിവൈഡഡ് ബൈ, ഇതാണ് ലെങ്ത് ഓഫ് വൺ ത്രെഡ് ഡിവൈഡഡ് ബൈ പിച്ച് ചെയ്താൽ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടും. ഓക്കെ, L/H അല്ലെങ്കിൽ ലെങ്ത് ഓഫ് വൺ ത്രെഡ് ഡിവൈഡഡ് ബൈ പിച്ച്, രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Screw jacks are used to lift objects easily. 30 cm length of the threaded region of the screw contains 15 screw threads. 35 meter എന്തുണ്ട് ടോട്ടൽ ഈ ഒരു സ്ക്രൂവിൻ്റെ ലെങ്ത് ഉണ്ട്. പിന്നെയോ അതിൽ 15 സ്ക്രൂ ത്രെഡ്സ് ഉണ്ട്. അവിടെ നമുക്ക് പിച്ച് കണ്ടുപിടിക്കാം. പിച്ച് എത്രയാ? 30/15, 2 ആണ് പിച്ച് വരാം. ഓക്കെ, ലെങ്ത് ഓഫ് ഈച്ച് ത്രെഡ് ഈസ് 10 cm. ഓക്കെ, അതോടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടാനുള്ള സാധനമായി. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാ? length of thread 10 divided by pitch, 2 is equal to 5. Mechanical advantage. Okay, B question ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്തു. What is meant by pitch of the screw? The distance between two threads is called pitch. Okay, അപ്പോൾ സ്ക്രൂ ഒന്ന് മാക്സിമം വന്നാൽ ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിച്ച് എന്താണ്? നമുക്ക് പിച്ചും ഒരു ത്രെഡിൻ്റെ ലെങ്ത് പറഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാം. ഇവിടെ ഒരു ത്രെഡിൻ്റെ ലെങ്ത് തന്നിട്ട് പിച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തേ? ടോട്ടൽ ലെങ്ത്തിന നമ്പർ ഓഫ് ത്രെഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. കാരണം നമുക്ക് ഇൻ ബിറ്റ്വീൻ രണ്ട് ത്രെഡിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ പിച്ച് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി വീൽ ആൻഡ് ആക്സിലെ ഇതിൻ്റെ എന്ത് ചെയ്യുക? മെക്കാനിക്കൽ അഡ്വാൻറ്റേജും കൂടി ഒന്ന് ആലോചിച്ച് വെച്ചിട്ട് പോവാം. ഓക്കെ, വീൽ ആൻഡ് ആക്സിലെ നമുക്കറിയാം ഇവിടെ എന്താണ്, വലിയ സർക്കിളാണ് അല്ലെങ്കിൽ വലിയൊരു എന്താണ് വീലാണ്, അവിടെ റേഡിയസ് വലുതാണ്, ഡിവൈഡഡ് ബൈ ചെറിയ റേഡിയസ് ആക്സിലിൻ്റെ. ഓക്കെ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അപ്പോൾ അത് അവിടെ തീരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതിലൊരു ഗിയർ സിസ്റ്റം കൂടി ഉണ്ട്, അതും കൂടി പഠിച്ചിട്ട് പോവുക. എല്ലാവരും എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. എല്ലാവർക്കും എന്ത് ചെയ്യുക? ഫിസിക്സിൽ A+ കുറഞ്ഞ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്വപ്നം കാണാൻ പാടില്ല. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്ത് ചെയ്യുക? ഫിസിക്സിൽ ഫുൾ മാർക്ക് തന്നെ വാങ്ങാം. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് വളരെ ഈസിയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു കൊല്ലം പഠിച്ചതാണ് അല്ലേ? ഒരു കൊല്ലം കുറേ കാര്യങ്ങൾ പഠിച്ച് കുറേ എക്സാംസ് എഴുതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നാളെ ഫിസിക്സിൽ കാണാൻ പോവുകയാണ്. എല്ലാവരും സമാധാനത്തിൽ. ഓക്കെ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് ഫിസിക്സിൽ ഒരു എക്സാം എഴുതുന്നതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ടഫ് ആണെന്നുണ്ടെങ്കിൽ അത് കൂടുതലുണ്ടാവില്ല. ഓക്കെ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവുള്ളൂ, അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം, എന്നിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് എഴുതാം. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് നമ്മളൊരു സമാധാനമായിട്ട് നോക്കുമ്പോൾ അത് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, എനിക്ക് മുന്നേ അങ്ങനെയൊക്കെ കേസിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? സമാധാനമായിട്ട് എഴുതുക. കൂൾ ഓഫ് ടൈമിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ സമാധാനമായിട്ട് വായിച്ചു നോക്കുക. സ്കൂൾ എക്സാമിന് എന്ത് ചെയ്യുന്നുണ്ടാവും? ഇഷ്ടംപോലെ സമയം ഉണ്ടാവും. ഇത് കോമ്പറ്റേറ്റീവ് എക്സാം അല്ല, നീറ്റോ JEE ഒന്നല്ല, ഇഷ്ടംപോലെ സമയം ഉണ്ടാവും. നിങ്ങളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം എഴുതി പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ എഴുതാനുള്ള കാര്യങ്ങൾ എഴുതി തീർക്കാം. ഓക്കെ, ജസ്റ്റ് എന്തെങ്കിലും എഴുതാൻ മടി പിടിക്കരുത്. ഒരു 1 സെൻറ്റൻസ് എഴുതാനുള്ള ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ 1 വേർഡ് എഴുതി നിർത്തരുത്. ഓക്കെ, നിങ്ങളത് എഴുതി മാർക്ക് വാങ്ങാനുള്ളത് മാർക്ക് വാങ്ങാം, നിങ്ങൾക്കുള്ള മാർക്കാണ്. ഓക്കെ, +1 അഡ്മിഷനൊക്കെ നമുക്ക് ഈ മാർക്ക് വേണം. എല്ലാവരും എന്ത് ചെയ്യുക? ഫുൾ എഫേർട്ട് ഇടുക. ഓൾ ദി ബെസ്റ്റ്.